കിട്ടിയോ? എല്ലാവർക്കും ഇതുവരെയുള്ള ഈ ഗ്രൂപ്പിനകത്ത് എല്ലാവർക്കും ഇതുവരെയുള്ള എല്ലാ റെക്കോർഡിംഗ് കിട്ടിയോ? സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയം ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ, കാർലേജസ് ആൻഡ് സെൽ ഡിവിഷൻ, ദ ബ്ലഡ്, മസ്കുലോ ആൻഡ് ദ ഫൗണ്ടേഷൻ വരെയുള്ള എല്ലാ ക്ലാസിന്റെയും റെക്കോർഡിങ്സ് കിട്ടിയോ? ആരെയും കൊണ്ട് ഒരാളെങ്കിലും കിട്ടാതെ? ഒരാളെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ. റെക്കോർഡിങ്സ് അയച്ചു കേട്ടോ. നോട്ട്സും റെക്കോർഡിങ്സും അതുപോലെ വെച്ചിട്ട് നമ്മൾ ഇവിടെ പഠിക്കാം. എവിടെ ഫൗണ്ടേഷൻ കരീഷ് ഇവിടെ പഠിക്കുന്ന പീഡിയാട്രിക് ഇല്ലേ? അവിടെ എത്ര ചാപ്റ്ററായി? 1 ആയോ 2 ആയോ 3 ആയോ? ഈ ബാച്ചുകാർക്ക്, രാത്രിയുള്ള ബാച്ചുകാർക്ക് എത്രയായി? 3 ആയില്ലേ? 3 7ആണോ? പറയടേ. 3 അല്ലേ? 3 ചാപ്റ്റർ അല്ലേ? ശരി. 4 ചാപ്റ്റർ. ലാസ്റ്റ് പഠിപ്പിച്ചത് ദ തിയറീസ് വരെ അല്ലേ? ശരിയല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഈ പഠിപ്പിക്കുന്ന 2 മുതൽ 3 ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കും. ഞാൻ ഇന്ന് ഈ പഠിപ്പിക്കുന്ന 2 മുതൽ 3 ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ചാപ്റ്റർ. അതുകൊണ്ടാണ് സമയം മാറ്റി എത്രയാക്കിയത്? 7:30 അല്ലേ? ഫസ്റ്റ് 7 ആയിരുന്നു. എത്താൻ പറ്റില്ല കേട്ടോ. അങ്ങ് എത്താൻ പറ്റിയില്ല. ഓടി എത്താൻ പറ്റിയില്ല. ശരിയല്ലേ? സമയത്തായിരുന്നു. ഫസ്റ്റ് സമയം എത്രയാ? നോക്കട്ടെ, എത്ര മണിയായിരുന്നു? ഫസ്റ്റ് 7 പറഞ്ഞത്? ഫസ്റ്റ് 7ആണോ? 7:08ആണോ? സമയം 7:44. ഫസ്റ്റ് എത്ര പറഞ്ഞു? 8 മണിയാണോ? 7 മണിയല്ലേ? നിങ്ങൾക്കറിയില്ലല്ലേ? 7. അവിടെ നിന്ന് എത്താൻ പറ്റില്ല. എത്താൻ പറ്റിയില്ല. ഇപ്പൊ എത്തി. സ്റ്റാർട്ട് ചെയ്യാം. സോ ചോദ്യം വരും. ചോദ്യം സ്ഥലമാണ് എവിടെ അടുത്ത് പഠിക്കാൻ പോവുക. ഇന്ന് ഈ സമയം മുതൽ, ഈ ഒരു നിമിഷം മുതൽ അടുത്ത് പഠിക്കാൻ പോകുന്ന ക്ലാസ്സിൽ 2 മുതൽ 3 ചോദ്യം എല്ലാ എക്സാമിനും ഉണ്ടായിരിക്കും. 2 മുതൽ 3 ചോദ്യം എല്ലാ എക്സാമിനും ഷുവറാണ്. പഠിച്ചില്ലെങ്കിൽ പോയി. ഞാൻ വെറുതെ പഠിപ്പിക്കില്ല, ശരിയല്ലേ? ഞാൻ വെറുതെ ഇങ്ങനെ ഓടി വന്ന് പഠിപ്പിക്കുക. അറിയാലോ, വെറുതെ ഓടി വന്ന് പഠിപ്പിക്കില്ല. അറിയാലോ. എന്റെ പലരും ചോദിച്ചു, സാർ ആ സമയം എത്രയാ? ഞാൻ വെറുതെ കുഞ്ഞെ ഓടി വരുന്നു പറഞ്ഞു. വെറുതെ ഓടി പഠിപ്പിക്കാം? ഇല്ല. അല്ലെങ്കിൽ നാളെ പറയും, ടുമോറോ എന്ന് പറയും. ഇവിടെ ചോദ്യം വരും. നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ പീഡിയാട്രിക് നഴ്സിംഗിനകത്ത് എന്താ കഴിഞ്ഞ ദിവസം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു, തിയറീസ് പഠിച്ചു. ഇന്ന് ഫസ്റ്റ് രണ്ട് കാര്യം പീഡിയാട്രിക്കിനകത്ത് ഹാർട്ട് റേറ്റിനെ കുറിച്ചാണ്. ഫസ്റ്റ് അറിയണം. ദ പീഡിയാട്രിക് നഴ്സിംഗ് ഫസ്റ്റ് ഹാർട്ട് റേറ്റിനെ കുറിച്ച് ഒരു ചോദ്യം ആദ്യം വരും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ ബെർത്ത് മാർക്സ് പഠിച്ചു. പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ബെർത്ത് മാർക്സ് പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ബെർത്ത് മാർക്സും ആൻഡ് അബ്ഗാർ സ്കോർ എല്ലാം പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ബെർത്ത് മാർക്കും അബ്ഗാർ സ്കോറും അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിച്ചില്ലേ? ആർക്കെങ്കിലും റെക്കോർഡിങ് പറയല്ലോ. സോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ റിഫ്ലക്സ് എല്ലാം പഠിക്കണം. പക്ഷെ അതിന് മുൻപായിട്ട് കുറെ കാര്യം ഇമ്പോർട്ടന്റ് പഠിക്കുന്നുണ്ട്. കുറച്ച് പഠിക്കുകയാണ്. അബ്ഗാർ സ്കോറും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ പോകുന്ന റിഫ്ലക്സ് പഠിക്കുന്നുമ്പേ ആദ്യം കുറച്ച് കയറുന്നതാണ്. എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്, ഒരു നിയോനെറ്റിന്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്? എല്ലാ എക്സാമിനും ചോദ്യം വരുന്നതാണ്, ഒരു നിയോനെറ്റിന്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്? ഹാർട്ട് റേറ്റും റെസ്പിറേഷനും എപ്പോഴും ചോദ്യം വരുന്ന ഭാഗമാണ്. എപ്പോഴും ചോദ്യം വരുന്നത്. പക്ഷെ നിങ്ങൾ അത് പഠിക്കില്ല. വാല്യൂസ് മാറി വരുന്നതുകൊണ്ട് പഠിക്കില്ല. അറിയാമെങ്കിലും ഹാർട്ട് റേറ്റും റെസ്പിറേറ്റും എപ്പോഴും ചോദ്യം, എക്സാമിൽ ചോദ്യം വരും. PSC എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരാൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ദ BP, റെസ്പിറേഷൻ ആൻഡ് ദ കഫ് സൈസ്, BP നോക്കുന്ന കഫ് സൈസും റെസ്പിറേഷനും എല്ലാം ചോദ്യം വരും. ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അറിയാമോ? BP കഫ് സൈസ് അറിയാമോ? BPയുടെ കഫ് സൈസ് അറിയാമോ? എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഭാവമാണ്. ആ എക്സാമിനൊക്കെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പക്ഷെ
പഠിക്കുക നിങ്ങൾ? ഇല്ല. കഫ് സൈസ് നോക്കാറില്ലല്ലോ. എപ്പോഴും കഫ് സൈസിനെ കുറിച്ച് നോക്കാറുണ്ടോ? ഒരു മിനിറ്റ്. സ്റ്റാർട്ട് ചെയ്യാം. അറിയാൻ പറ്റില്ല. കഫ് സൈസ് അറിയാം. കഫ് സൈസും ഹാർട്ട് റേറ്റും അറിയാൻ പറ്റില്ല. ഇതാ കുഴപ്പം. ചറപുറ മെസ്സേജ് വരും. ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാമോ? ഹാർട്ട് റേറ്റ് ഇത് നിയോന് എത്രയാ? ഹാർട്ട് റേറ്റ് ഇന്ന് നിയോന് എത്രയാ? മുമ്പോട്ട് നിങ്ങൾക്ക് പഠിച്ചില്ലേ? അബ്ഗാസ് സ്കോർ ഇല്ലേ? അബ്ഗാസ് സ്കോർ ഒരു 8 മുതൽ 10 എന്താ? അബ്ഗാസ് സ്കോർ ഒരു 8 മുതൽ 10 എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചാൽ അബ്ഗാസ് സ്കോർ ഒരു 8 10 എന്താ? ഗുഡ് അല്ലേ? 4 to 7 എന്താ? 4 to 7 എന്താ? ഒരു മൈൽഡ് ഡിപ്രഷൻ അല്ലേ? സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമല്ലേ? അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, പഠിക്കാതെ പോകുന്നതാണ്. ഇത് നിയോനേറ്റൽ സക്ഷൻ പ്രഷർ എത്രയാ? നിയോനേറ്റൽ സക്ഷൻ പ്രഷർ എത്രയാ? 80 to 100 800 mm ഓഫ് HL. കഴിഞ്ഞ ദിവസം പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റാ. എത്രയാ? ആ ചോദ്യം ചോദിക്കും, എപ്പോഴും ചോദ്യം വരും അത്. നിയോനേറ്റൽ സക്ഷൻ പ്രഷർ എത്രയാ? 80 to 100 mm. അവിടെ താങ്കളുടെ ഫോണിന്റെ കുഴപ്പമായിരിക്കും. ഞാൻ എല്ലാവരും ആടിയിട്ടുണ്ട് കേട്ടോ. താങ്കളുടെ ഫോണിന്റെ കുഴപ്പമായിരിക്കും. നോക്കൂ കേട്ടോ, എന്താ റീച്ച് ചെയ്യും കേട്ടോ. എന്താ കുഴപ്പം? 80 to 100 അല്ലേ? ആ ചോദ്യം കേട്ടോ. സോ ഇവിടെ നോക്കുമ്പോ ഹാർട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഓരോ കുട്ടികൾക്കും ഇത് ഡിഫറൻ്റ് ആണോ? ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ ഇതിന്റെ ഓരോ ഏജ് ഗ്രൂപ്പിനും വ്യത്യാസമാണോ? ഹാർട്ട് റേറ്റ് ഓരോ ഏജ് ഗ്രൂപ്പുകാർക്കും വ്യത്യാസമാണോ? ഡിഫറൻ്റ് ആണല്ലേ? ഹാർട്ട് റേറ്റ് എപ്പോഴും ഓരോ ഏജ് ഗ്രൂപ്പുകാർക്കും വ്യത്യാസമാണ്. അല്ലെ? കുഞ്ഞ് ആട് ഉണർന്നിരുന്നാലും ഇത് ഉറങ്ങുമ്പോഴും ഹാർട്ട് റേറ്റ് വ്യത്യാസമുണ്ടോ? ഒരു കുഞ്ഞ് അവിടെ ഇത് ഉണർന്നിരുന്നാലും ഉറങ്ങുമ്പോഴും ഹാർട്ട് റേറ്റ് വ്യത്യാസമുണ്ടോ? ഉറങ്ങുകയാണ്, വ്യത്യാസമുണ്ട്. ഉണരുകയാണ്, വ്യത്യാസമുണ്ടോ? ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഹാർട്ട് റേറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിയോനെറ്റിന്റെ ഹാർട്ട് റേറ്റ് എത്രയാ? എല്ലാ PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. നിയോനെറ്റിന്റെ ഹാർട്ട് റേറ്റ് എത്രയാ? ഒരു 90 to 160 beats per minute അല്ലേ? 90 മുതൽ 160 ആണ്. 90 മുതൽ 160 എക്സാക്ട് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചോദിക്കും. 90 മുതൽ 160 ആണ് എന്താണ് നിയോനെറ്റിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. 90 മുതൽ 160 സ്ലീപ്പ് സമയത്താണ് ഇവിടെ പറയാതെ. ഓരോ പഠിക്കണം, ചോദിക്കും കേട്ടോ, ഓരോന്നും ചോദിക്കും. 90 മുതൽ 160 ബീറ്റ്സ് പെർ മിനിറ്റ് എന്താണ് നിയോനെറ്റിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓരോ ഏജ് ഗ്രൂപ്പും കൃത്യമായി ഫസ്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക. നിയോനെറ്റ് ആണെങ്കിൽ 90 മുതൽ 160. കിട്ടിയോ? ഇത് എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. ഹാർട്ട് റേറ്റ് പഠിച്ചാലും മറന്നു പോകുന്നതല്ലേ? ഹാർട്ട് റേറ്റ് പഠിച്ചാലും എക്സാം ഹാളെത്തുമ്പോൾ മറന്നു പോകും. 90 ആണോ 100 ആണോ? ശരിയല്ലേ? എത്ര പഠിച്ചാലും മനസ്സിലാവില്ല. സത്യസന്ധമായ കാര്യമാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാലും മറന്നു പോകും. ആണോടെ? കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പോയാലും മറന്നു പോകും. രാത്രി ഉറക്കം കഴിച്ച് കാണാതെ പഠിച്ചാലും മറന്നു പോകും. ശരിയല്ലേ? ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം ഞാൻ ചോദ്യം പറയുമല്ലോ. ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിയായി തന്നെ ഉത്തരം പറയും. ഒരു 90 മുതൽ 160 എന്താ? 90 160 നിയോനെറ്റ് ആണോ, ഇൻഫാന്റ് ആണോ, പ്രീ സ്കൂളർ ആണോ, സ്കൂളർ ആണോ? എന്തായിരിക്കും? നിയോനെറ്റ് അല്ലേ?
ആ റേഞ്ച് ഓർമ്മിക്കുക. റേഞ്ച് ഒരു കാരണമുണ്ട്. ക്ലാസ്സിലാണ് കേട്ടോ, ക്ലാസ്സിലാണ്. എന്താണ് പേര്, സ്ഥലം കേട്ടോ, പേര്, സ്ഥലം, ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ കിട്ടുമെന്ന് വാട്സപ്പിലേക്ക് കേട്ടോ. പേര്, സ്ഥലവും, ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ കിട്ടുമെന്ന്, എത്ര സമയം പഠിക്കാൻ കിട്ടും വാട്സപ്പിൽ കേട്ടോ. ഞാൻ നിങ്ങളുടെ പറഞ്ഞ കാര്യമില്ലേ, നിങ്ങൾ ജോയിൻ ചെയ്ത ആൾക്കാർ പറഞ്ഞ കാര്യമില്ലേ, പേരും സ്ഥലവും ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ കിട്ടുന്നു അല്ലേ? അതിന്റെ ഉത്തരം മനസ്സിലായോ? ആ റെക്കോർഡ് ഗ്രൂപ്പ് എത്ര കംപ്ലീറ്റ് ചെയ്തല്ലേ? റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്തോ? റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്തോ? സെല്ല്, ടിഷ്യൂ എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? കുഞ്ഞെ പറഞ്ഞേ കുഞ്ഞെ പറഞ്ഞേ എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? എല്ലാം. ലാസ്റ്റ് ഏത് കിട്ടി? ഒന്നിരിക്കുക രാത്രി പോരെ അല്ലേ? ഒരു 5 ദിവസം ഇരിക്കുക രാത്രിയും പോലെ. ഏറ്റവും അവസാന നിമിഷം, അവസാന ദിവസം ഇപ്പം രാത്രി ഉറങ്ങാതെ എഴുത കാര്യമുണ്ടോ? അവസാന എക്സാമിന്റെ അവസാന ദിവസം രാത്രി ഉറങ്ങാതെ എഴുതിയ കാര്യമുണ്ടോ? എക്സാമിന്റെ അവസാന ദിവസം രാത്രി ഉറങ്ങാതെ എഴുതിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു സിറ്റുവേഷൻ എല്ലാ പൈസ ഉണ്ടോ? ആ ഒരു സിറ്റുവേഷൻ ഫേസ് ആണെങ്കിലും രാത്രി ഉറങ്ങാതെ പേജ് മറിച്ച് നോക്കിയിട്ടുണ്ടാണെങ്കിലും അനുഭവം ഉണ്ടോ? രാത്രി ഉണ്ടല്ലോ, അത് പാടില്ല. 50 ദിവസമല്ലേ, 50 ദിവസമല്ലേ പഠിക്കണേ. ഇപ്പൊ ഒരാഴ്ച ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം കവർ ചെയ്തോടെ. ഒരാഴ്ച മാക്സിമം ഇരുന്ന് രാത്രി ഫുള്ളൊക്കെ ഇരുന്ന് കവർ ചെയ്തോടെ. ഒന്ന് ഉറങ്ങാതിരിക്കുക രാത്രിയൊക്കെ. ഇനി ആശുപത്രി വരുമ്പോൾ എന്തെന്നറിയുമോ? ഇത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് പഞ്ഞി കൊണ്ടുവരണം. പഞ്ഞിയൊക്കെ ഉണ്ട്. ഇത് ഹസ്ബൻഡ് ചോദിച്ചാൽ ഹസ്ബൻഡ് എന്തെങ്കിലും എടുത്തോണ്ട് പറഞ്ഞാൽ ബാക്കി അത് പഞ്ഞി കൊടുക്കണം കേട്ടോ. ഹസ്ബൻഡ് അത് എടുത്തുകൊണ്ട് പോവാ, ഇത് എടുത്തുകൊണ്ട് പറഞ്ഞാൽ ബാക്കി അത് പഞ്ഞി വച്ചു കൊടുക്കണം. ആ കുഞ്ഞായാലും പഞ്ഞി കേട്ടോ. ഇതുകൊണ്ടോ? വരുമ്പോഴത്തേക്ക് പഞ്ഞി കൊണ്ടുവരിക, എടുത്ത് ഹസ്ബൻഡ് വായിൽ കുത്തി വെച്ചു കൊടുക്കുക. ഒരാഴ്ചത്തേക്ക് വിളിക്കരുത്. ആഹാരം വേണമെങ്കിൽ എടുത്ത് കഴിക്കുക, വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിക്കുക, എന്ത് വേണമെങ്കിൽ എടുത്ത് ചെയ്യുക. ശരിയല്ലേ? സത്യമല്ലേ പറഞ്ഞത്? എന്ത് വേണമെങ്കിലും പോയി എടുത്ത് ചെയ്യുക. എന്നെ വിളിക്കരുത്, എനിക്ക് ജോലി വേണം, എനിക്ക് പഠിക്കണം. അടുക്കളയിൽ നിന്നാ പോരാ, ഞാൻ പഠിച്ച ജോലി വേണം. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഇതല്ല ജീവിതം. ഉണ്ടോ? ഉണ്ടോ? ഹെഡ്സെറ്റ് ഉണ്ടോ? ഇറങ്ങില്ല? ചെവിയിൽ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് കഴിയുമ്പോ നന്നായിരിക്കും. ഞാൻ പറയുന്നില്ല. നിന്റെ ക്ലാസ് അല്ലേ, നിന്റെ പഠിത്തം ക്ലാസ്. ഇതാണോ പഠിത്തം? ഹാർട്ട് റേറ്റ് കൂടിയോ എങ്കിൽ ഇന്ന് നിയോ നേറ്റിന്റെ ഹാർട്ട് എത്രയാ? നിയോ നേറ്റ്സിന്റെ ഹാർട്ട് എത്രയാ? 90-160. 90. ഓരോ ഏജ് ഗ്രൂപ്പും ചോദിക്കും. ഇൻഫാന്റ് എത്രയാ? നിയോനെറ്റ് ആണെങ്കിൽ 90-160 അല്ലേ? 90-160 പീസ് പെർ മിനിറ്റ്. ഇനി ഇൻഫാൻ ആണെങ്കിലോ? ഇൻഫാൻ എത്ര ഹാർട്ട് റേറ്റ്? 100-180. 100-180. നിയോനെറ്റ് ആണെങ്കിൽ 90-160. ഇൻഫാന്റ് ആണെങ്കിൽ 100-180. ആർക്കാണ് അപ്പൊ കൂടുതൽ ആർക്കാ? ഇൻഫാന്റിനാണോ നിയോനെറ്റ് ആണോ? ആർ കൂടുതലെപ്പോഴും? ഇൻഫാന്റ്. അത്ര ക്ലിയർ ആയല്ലോ. ഈ രണ്ടും കിട്ടിയല്ലോ. രണ്ടും വച്ചുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. ആർക്ക് കൂടുതൽ? ഇൻഫാന്റ്. രണ്ടും വെച്ചാൽ ഇൻഫാന്റ് കൂടുതൽ. അടുത്ത മൂന്നാമത്തെ വളരെ ടോളർ എത്തുമ്പോൾ സ്ഥിരം ഹാർട്ട് റേറ്റ് ക്വസ്റ്റ്യൻ വരും. എപ്പോഴും ഒരു എക്സാം ചോദ്യം ഉണ്ടാകും. എന്റെ അനുഭവത്തിൽ നിന്ന് 10 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണ്. ടോളർ എപ്പോഴും ചോദ്യം വരും. കാരണം ടോളർ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ടോളർ എന്ന് പറയും ഹാർട്ട് റേറ്റ് എക്സാം ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിനും ഉണ്ട്. കണ്ടറിയാം. പ്രീവിയസ് 5 വർഷം ക്വസ്റ്റ്യൻ എടുത്തറിയാം. ടോളർ എപ്പോഴും ചോദിക്കും.
ഒരു 80 മുതൽ 120. ടോളർ ആകുമ്പോൾ ഒരു 80 മുതൽ 100. എല്ലാ എക്സാമിനും ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ടോളർ എന്ന് പറയുമ്പോൾ 80 മുതൽ 120 ബീറ്റ്സ് പെർ മിനിറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രീ സ്കൂൾ ആണെങ്കിലോ, പ്രീ സ്കൂൾ ആകുമ്പോൾ അവിടെ കൂടെ കുറയും. ടോളറിൽ ഒരു 80 മുതൽ 120. പ്രീ സ്കൂൾ ആകുമ്പോൾ കൂടെ കുറയും. ഒരു 70 മുതൽ 100. 70 മുതൽ 100. പ്രീ സ്കൂൾ ആകുമ്പോൾ 70 മുതൽ 100. സ്കൂളറിലാണെങ്കിലോ, സ്കൂളറിൽ 60 മുതൽ 100 അല്ലേ? നിങ്ങൾ ഏതെങ്കിലും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഹാർട്ട് കണ്ടിട്ടുണ്ടോ? ചോദ്യം ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഹാർട്ട് റേറ്റ് ചോദ്യം കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഹാർട്ട് കണ്ടിട്ടുണ്ടോ? ചോദ്യം ഹാർട്ട് റേറ്റ് ഉണ്ടോ? ആരും കണ്ടിട്ടുണ്ടോ? പറഞ്ഞേ, ആരും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇവിടെ ചോദ്യം എപ്പോഴും കറക്റ്റ് എക്സാക്ട് ചോദിക്കുന്നത് നിയോനേറ്റ് എത്ര വരെ പോവാം. നിയോനേറ്റ് ആണെങ്കിൽ എത്ര വരെ പോകാം, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നിയോനേറ്റ് ആണെങ്കിൽ എത്ര വരെ പോകാം? 160. 160 എത്ര വരെ മാക്സ് എത്ര പോവാം? 160. ഇൻഫാന്റ് ആണെങ്കിൽ മാക്സിമം എത്ര പോവാം? 180. അത് ഓർമ്മിക്കുക. ഫസ്റ്റ് വാല്യൂ ഇല്ല, 90, 80 ഒന്നുമല്ല. ലാസ്റ്റ് വാല്യൂ ഇല്ലേ? സെക്കൻഡ് വാല്യൂ ഇല്ലേ? നിയോനേറ്റ് ആണെങ്കിൽ 160 അല്ലേ? നിയോനേറ്റ് ആണെങ്കിൽ 160. ഇൻഫാന്റ് ആണെങ്കിൽ എത്രയാ? 180. ടോളർ എത്രയാ? 120. പ്രീ സ്കൂൾ എത്രയാ? 100. സ്കൂൾ എത്രയാ? 100. സെക്കൻഡ് വാല്യൂ എപ്പോഴും ഓർമ്മിക്കുക. എങ്ങനെയുണ്ടോ? സെക്കൻഡ് വാല്യൂ ഇല്ലേ? ആ 80 വിട്ടിട്ട് രണ്ടാമത്തെ വാല്യൂ ഇല്ലേ? അത് എപ്പോഴും ഓർമ്മിക്കും. ഓർമ്മിക്കുമോ? രണ്ടാമത്തെ വാല്യൂ എപ്പോ ഓർമ്മിക്കും? അപ്പൊ 180 ഇറക്കാം, 180 ഇറക്കാം, 180 ഇറക്കാം. ഇൻഫാൻസ് ആണോ? ഇൻഫാന്റ്. 160 ഇറക്കാം, 160. ന്യൂവേഴ്സ് ആണോ? യെസ്. ഇനി 120 ഇറക്കാം, 20. ടോളർ 100 ഇറക്കാം, പ്രീ സ്കൂളർ 100 വീണ്ടും ഇറക്കാം, സ്കൂളർ. മറക്ക ചോദ്യം വരും. ഹാർട്ട് റേറ്റ് കിട്ടിയോ? ഹാർട്ട് റേറ്റ് ചോദ്യം കിട്ടും. പീഡിയാട്രിക്കിനകത്ത് ഹാർട്ട് റേറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം കിട്ടുമല്ലോ. ഞാൻ എക്സാക്ട് ആയിട്ട് ചോദ്യം വരെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എപ്പോഴും 160, 120, 100, 100 ചോദിക്കും. അതാണ് ചോദ്യം. അതേപോലെ ചോദ്യം. ക്ലിയർ ആയല്ലോ? അല്ല നിങ്ങൾ എന്താണ് ഇത് ചോദിക്കില്ല, അത് ചോദിക്കില്ല എന്ന് പറയുന്നത്. എക്സാക്ട് ആയിട്ട് ചോദ്യം കൂടെ പറഞ്ഞുകൊണ്ട് കാര്യം പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുക. അപ്പം പറഞ്ഞ ഹാർട്ട് റേറ്റ് കഴിഞ്ഞാൽ അടുത്ത പീഡിയാട്രിക്കിനകത്ത് റെസ്പിറേഷൻ പഠിക്കണ്ടേ? ഹാർട്ട് റേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പീഡിയാട്രിക്കിനകത്ത് റെസ്പിറേഷൻ പഠിക്കണം, റെസ്പിറേറ്ററി റേറ്റ് പഠിക്കണം. എത്രയുണ്ട്? എത്രയുണ്ട്? ഫസ്റ്റ് വീണ്ടും ആരാ? എത്രയായിരിക്കും? ഇൻഫാക്ട് ആണോ? റെസ്പിറേറ്ററി എപ്പോഴും ഇൻഫാന്റ് ഉണ്ട്. ഇൻഫാന്റ് അല്ലേ? അല്ലേ? ആണ്. എത്ര ആയിരിക്കും? ഒരു 30 മുതൽ 53 ആണ്. ഒരു 30 മുതൽ 53 എപ്പോഴും ഇൻഫാന്റ് റെസ്പിറേറ്ററി. പക്ഷേ ചോദ്യം എപ്പോഴും 60 വരും. 60 വരും. 60 വരുമോ? വരുമോ? 60 വരുമോ? 33 അല്ലെങ്കിൽ 30 തൊട്ട് 6 വരുമോ? വരും. അതും വരും. പക്ഷെ എക്സാക്ട് ആയിട്ട് പഠിക്കണമെങ്കിൽ 30 തൊട്ട് 53. എക്സാക്ട് പഠിക്കണമെങ്കിൽ 30 തൊട്ട് 53. പക്ഷെ 60 എന്ന് ചോദിച്ചാലും ഉത്തരം ശരിയല്ലേ? 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 കാരണം ഞാൻ പഠിപ്പിക്കുന്നത് കറക്റ്റ് ഓർഡറിലാണ്. 53 ശരിക്കുമുള്ള വാല്യൂ. ശരിക്കുമുള്ള വാല്യൂ 53 30 തൊട്ട് 53. പക്ഷെ എക്സാമിനർ എന്താ 53 ചോദിക്കുക, 60 ചോദിച്ചത് ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണോ? യെസ്. നൗ ടോളർ എത്രയാ? ടോളർ എത്രയാ? 22 തൊട്ട് 37. 22 തൊട്ട് 37. 22 തൊട്ട് 37 എന്താ? ടോളറാണ്. 40 ചോദിച്ചൂടെ? 40 ചോദിച്ചൂടെ? 40 ആക്കി ചോദിച്ചൂടെ? ചോദിക്കാം. പക്ഷെ പഠിക്കുമ്പോൾ 22 മുതൽ 37 പഠിക്കും. പക്ഷെ ചോദിച്ചാൽ 40 ശരിയാണ്. ചോദ്യം വരും.
നൗ എന്താണ് ടോട്ടൽ എത്രയാ? 22 മുതൽ 37 വരെയാണ് ഇപ്പോൾ നോർമൽ അല്ലേ റെസ്പിറേറ്ററി റേറ്റ്. ഇൻ ദ പ്രീ സ്കൂൾ എത്രയാ? ദ പ്രീ സ്കൂൾ എത്രയാ? പ്രീ സ്കൂളർ കഴിഞ്ഞ എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ദ പ്രീ സ്കൂളിന്റെ എത്രയാ റെസ്പിറേഷൻ? 20 മുതൽ 28. എക്സാക്ട് ആയിട്ട് കഴിഞ്ഞ എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. പ്രീ സ്കൂളറിന്റെ റെസ്പിറേഷൻ എത്രയാ? 20 മുതൽ 28. എക്സാക്ട്. ഓക്കെ. ടുമോറോ ഇത് റെക്കോർഡിംഗ് ഇട്ട് പഠിക്കട്ടോ. സുഖമില്ലെങ്കിൽ ടുമോറോ റെക്കോർഡ് പഠിക്കും. ആരും അസുഖം പഠിത്തേക്കില്ലേ? ആരും ഈ സമയത്ത് ഒരു അസുഖം പഠിത്തേക്കരുത്. അനാവശ്യ യാത്ര ഒഴിവാക്കുമല്ലോ. ഒഴിവാക്കുമോ? ഇനി അങ്ങോട്ട് 2 മാസം അനാവശ്യമായിട്ടുള്ള യാത്ര ഒഴിവാക്കട്ടോ. അസുഖം വന്നാൽ പിന്നെ അടുത്ത ഒരാഴ്ച പൊക്കല്ലേ, ശരിയല്ലേ? എനിക്ക് ശരവ മെസ്സേജ് വേറുണ്ട്. സാർ വയ്യ, സുഖമില്ല. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുമല്ലോ എല്ലാവരും. പറഞ്ഞു കേൾക്കട്ടെ, അനാവശ്യ യാത്ര ഒഴിവാക്കൂ. അതല്ല, ഇത് ക്ലൈമറ്റ് ചേഞ്ച് അല്ല. അല്ല, പെട്ടെന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നു, ഫാമിലി പറയുന്നു, അച്ഛനും അമ്മയും പറയുന്നു നമുക്ക് യാത്ര പോകാൻ പറയും, പോകില്ലേ? നിങ്ങൾ അച്ഛനും അമ്മയും പെട്ടെന്ന് പറയുന്നു യാത്ര പോകാമെന്ന് പോകില്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് പറയുന്നു യാത്ര പോകാമെന്ന് പോകില്ലേ? അവിടെ വേണ്ട എനിക്ക് എക്സാം ആണ് പറഞ്ഞ് പോകാതിരിക്കും. വേണ്ട എനിക്ക് എക്സാം എന്ന് പറഞ്ഞ് പോകാതിരിക്കും. അച്ഛനും അമ്മ പറഞ്ഞു നമുക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ പോകാതിരിക്കും. അതുപോലെ തന്നെ ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണെങ്കിൽ, ഇത് പുറത്തുള്ള പോസ്റ്റിംഗ് ആണെങ്കിൽ പോകാതിരിക്കും. ഇത് ജോലി മൊത്തം ഇത് പുറത്താണ്, പോകാതിരിക്കാൻ പറ്റുമോ? നല്ല വെയിലല്ലേ, അസുഖം വരില്ലേ? ആവശ്യം വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, ഒരു പെടോണ്ട് പോവുക. ആദ്യം സ്വന്തം ആരോഗ്യം ആദ്യം നോക്കുക. സ്വന്തം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പറ്റുള്ളൂ, ശരിയല്ലേ? സ്വന്തം ആരോഗ്യം നോക്കാറുണ്ടല്ലോ, നോക്കാറുണ്ടല്ലേ? സോ ദാറ്റ് ടോട്ടൽ എത്രയാ? 22 മുതൽ 37 ടോട്ടൽ അല്ലേ, ശരിയല്ലേ? എത്രയാ ടോട്ടൽ? എത്രയാ? 22 മുതൽ 37 ടോട്ടൽ അല്ലേ? റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ദ ടോട്ടൽ എത്രയാ? റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ദ ടോട്ടൽ എത്രയാ? 22 മുതൽ 37 ബീറ്റ്സ് പെർ മിനിറ്റ് അല്ലേ? നൗ ദ പ്രീ സ്കൂൾ വ്യത്യാസമുണ്ടോ? പ്രീ സ്കൂൾ ആകുമ്പോൾ വ്യത്യാസമുണ്ടോ? കഴിഞ്ഞ എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഒരു എക്സാമിനകത്ത് ചോദിച്ചുകൊണ്ട് ദ പ്രീ സ്കൂളറിന്റെ എത്രയാ റെസ്പിറേഷൻ? ഇത് ചോദ്യം വേണം. എപ്പോഴും പ്രീ സ്കൂൾ ഇഷ്ടമാണ്. എക്സാം കണ്ടിട്ടുണ്ടായിരിക്കും. എക്സാം സ്ഥിരം എഴുതുന്ന ആൾക്കാർ അറിയാം. എക്സാം സ്ഥിരം എഴുതുന്ന ആർക്കിനറിയാം. ഉണ്ട്, അറിയാം. പ്രീ സ്കൂൾ എത്രയാ? 20 മുതൽ 28 എക്സാം ചോദ്യം. ഇത് റൗണ്ട് ചെയ്തിട്ടോ എക്സാമ്പിൾ ചോദ്യം. പ്രീ സ്കൂൾ എത്രയാ? 20 മുതൽ 28 ബീറ്റ്സ് പെർ മിനിറ്റ് ആണേ. ഇത് കാണാതെ കളിക്കുന്നത് ചുമ്മാ പറയുന്നതാണോ? വെറുതെ പറയോ? ചുമ്മാ പറയുകയാണെങ്കിലും ഞാൻ ഓരോ കാര്യം ചോദിക്കുന്നത് കൃത്യം പറയും. ഞാൻ ക്വസ്റ്റ്യൻ പോയ ഓർമ്മയില്ല, ശരിയല്ലേ? അന്ന് എഴുതിയ എക്സാമിന് ക്വസ്റ്റ്യൻ പോയ ഓർമ്മയുണ്ടായിരുന്നില്ല. പണ്ട് എഴുതിയ എക്സാമിന് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല, ശരിയല്ലേ? പണ്ട് എഴുതിയ എക്സാമിന് ചോദ്യം ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ചിലതൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. ഇതെല്ലാം ചോദ്യ പ്രീ സ്കൂളിന് എത്രയാ റെസ്പിറേറ്ററി റേറ്റ്? പ്രീ സ്കൂൾ എത്രയാ? 20 മുതൽ 28 അല്ലേ? 20 മുതൽ 28. ഇനി സ്കൂൾ എത്രയാ? അത് കുറവാണോ കൂടുതലാണോ? അതിൽ കുറവാണോ കൂടുതലാണോ? സ്കൂളിൽ പോകുമ്പോ റെസ്പിറേഷൻ കുറയുമോ കൂടുമോ? സത്യം പറയട്ടെ, സ്കൂൾ കൂടുമോ കുറയും? സ്കൂൾ കൂടെ അവിടെ പെൺകുട്ടികളാണ് പറയട്ടെ, കുറെ കൂടെ അവിടെ. ആരെങ്കിലും കൂട്ടുണ്ടോ? സ്കൂൾ കൂടെ ഉണ്ടോ? സത്യം പറയും. സ്കൂൾ പഠിക്കുമ്പോ ആർക്കെങ്കിലും റെസ്പിറേഷൻ കൂട്ടുണ്ടോ? ഉണ്ടോടെ? എക്സാം സമയത്തല്ലേ? ഓട്ടിക്കത് വഴി. ഈ സമയത്ത് എന്താണ് ഈ പറഞ്ഞ ഹെഡ്സെറ്റ് മാറ്റോ? ഇതൊക്കെ പറയുമ്പോൾ അറിയുമോ? ഹെഡ്സെറ്റ് മാറ്റുക. ഇത് പറയുമ്പോൾ ഹെഡ്സെറ്റ് മാറ്റുക. കേൾക്കും, ആരെയും കേൾക്കുമായിരുന്നു. ഈ സ്കൂൾ സമയത്ത് ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ പോയിട്ടുണ്ട്. എത്രയായിരിക്കും? ഒരു 18 മുതൽ 25. ഒരു 18 മുതൽ
25 സ്കൂൾ സമയത്ത് എപ്പോഴും റെസ്പിറേഷൻ 18 മുതൽ 25 വരെയാണ്. സ്കൂള്, പ്രീ സ്കൂളർ, ഇൻഫാന്റ് എല്ലാം പറഞ്ഞ്, ഇൻഫാന്റ് ആയാലും നിയോനെറ്റ് ആയാലും പ്രീ സ്കൂളർ ആയാലും സ്കൂളും പറഞ്ഞു. ഇത് എല്ലാത്തെങ്കിലും എപ്പോഴാ കുറയുന്ന എപ്പോഴാ? കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആവുന്ന എപ്പോഴാ? അഡൽട്ടിലാണോ? അവിടെ അഡൽട്ടിൽ എത്രയാ? 12 മുതൽ 60 ആണോ 20 ആണോ? എക്സപ്രീസ് ചോദ്യം. 20, 12 മുതൽ 20 അല്ലേ? 20 തെറ്റിക്കരുത്. ഇത് ഓപ്ഷൻ സി ആട്ടെ. ഓപ്ഷൻ സി ആയിട്ട് കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നു. 12 മുതൽ 60 ആണോ 12 20 ആണോ? 12 മുതൽ 60 ആണോ 12 20 ആണോ? 20. അഡൽട്ട് എത്രയാ? 12 മുതൽ 20 ആട്ടോ. അഡൽട്ടിൽ എപ്പോഴും 12 മുതൽ 20 ആണ്. മറക്കരുത്, ചില എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇൻഫാൻസ് എത്രയാ? ഇൻഫാൻസ് എത്രയാ? 30 മുതൽ 53 ആണോ? 30 മുതൽ 53. ഇപ്പോൾ ചില എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ചില എക്സാമിന് ചോദിക്കും 30 മുതൽ 53 ഇൻഫാൻസിൽ. 30 മുതൽ 50 ആരാ? ഓപ്ഷനത്തെ അല്ല, ഓപ്ഷനകത്ത് പറഞ്ഞാൽ ഓപ്ഷനത്തെ 30 മുതൽ 50 ശരിയാണോ? ഓപ്ഷനകത്ത് 30 മുതൽ 50 കണ്ട് ശരിയാണോ? ശരിയാണോ? 53 ഇല്ല, 3 ഇല്ല, 50 ശരിയാണോ? ഓപ്ഷനകത്ത് 30 മുതൽ 50 എന്ന് കണ്ടാൽ ശരിയാണോ? ശരിയാണ്. 53 ഇല്ല, 50 കണ്ടാലും 30 തൊട്ട് 50 എഴുതണം. ശരിയാണ്. ഒരു എക്സാം ഉണ്ടായിരുന്നു. ഇനി ടോളർ എത്രയാ? ടോളറൻ റേഞ്ചും എക്സാം ചോദിക്കും. ടോളറൻ റേഞ്ചും എക്സാം ചോദിക്കും. 20 മുതൽ 37 ആണോ? 37 ആണോ? 37 ആണോ? 20 37. പക്ഷെ കഴിഞ്ഞ എക്സാം ചോദ്യം 20 മുതൽ 40 എന്ന് കണ്ടാൽ എഴുതുമോ? കഴിഞ്ഞ എക്സാമിന് 20 മുതൽ 40 കണ്ടാൽ എഴുതുമോ? എഴുതും. ഞാൻ 2 വ്യത്യാസം പറയാൻ കാരണം മനസ്സിലായോ? ഞാൻ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സിൽ 2 എക്സാം പറഞ്ഞുകൊണ്ട് കാണുന്നോ? ഞാൻ പതിവില്ലാതെ 2 കാര്യം പറഞ്ഞുണ്ട് അല്ലേ? എക്സാമിന് ചോദിക്കുന്ന കാര്യം, പഠിക്കുന്ന കാര്യം, ശരിയല്ലേ? ഞാൻ പതിവില്ലാതെ ഇന്ന് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കുന്നതിന്റെ എക്സാക്ട് വാല്യൂം പക്ഷെ എക്സാമിന് ചോദിക്കുന്ന വാല്യൂ പറഞ്ഞില്ലേ? കാരണം കേരള PC എക്സാമിൽ ഞാൻ കണ്ട ഒരു 5 വർഷം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 53 ഇല്ല, 50 കാണുള്ളൂ, 40 ഉണ്ടാവുള്ളൂ, 30 ഉണ്ടാവുള്ളൂ. അങ്ങനെ റേഞ്ച് ചോദിക്കുന്നത് കേട്ടോ. അല്ല 43 55 ഒന്നും എക്സാമിൽ ചോദിക്കുന്നില്ല. കാര്യം കിട്ടിയോ? കാര്യം ക്ലിയർ ആയോ? 53 ഈ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ 43 എന്ന് ചോദിക്കുന്നില്ല. റൗണ്ട് ചെയ്ത് എപ്പോഴും ഓപ്ഷൻ വരുന്നത്. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഇനി റേഞ്ച് ചോദിക്കും. 20 തൊട്ട് 40 എന്താ? 20 തൊട്ട് 40 ആർക്കാ? 20 തൊട്ട് 40 ആർക്കാ? 20 മുതൽ 40 ആർക്കാ? ടോളർ ടോളർ ടോളർ. ഇനി ഒരു 18 മുതൽ 35 ഇറക്കി 25 ഇറക്കാ? 18 തൊട്ട് 25 25 18 25 സ്കൂൾ. അടക്കം എത്രയാ? അടക്കം എത്രയാ? 12 തൊട്ട് 20 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും റെസ്പോൺസ് കിട്ടിയോ? ക്ലിയർ 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 ക്ലിയർ. ചോദ്യം വരും. ഹാർട്ട് റേറ്റ് ആയാലും റെസ്പിറേഷൻ ആയാലും പഠിക്കുക റേറ്റ് ശരിയല്ലേ? ശരിയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. പ്രീവിയസ് ചോദ്യമാണ്. നിയോന്റെ ഹാർട്ട് റേറ്റ് ഒരു 100 മുതൽ 200 എന്താ? എക്സാമിൽ ചോദ്യങ്ങൾ പറഞ്ഞുതരാം. ഇനി എക്സാമിൽ ചോദ്യങ്ങൾ പറഞ്ഞുതരാം. 100 മുതൽ 200 എന്താ? എക്സാമിൽ ചോദ്യങ്ങൾ പറഞ്ഞുതരാം. 100 മുതൽ 200 എന്താ? ഇൻഫാന്റ് ആണോ നിയോനെറ്റ് ആണോ? ആരാ? 100 മുതൽ 200 ആരാ? ആലോചിക്കട്ടെ. നിയോനെറ്റ് അല്ലേ? 100 മുതൽ 200, 100 തൊട്ട് 200 ആരാ? 200 ആരാ? 200 അല്ലേ? 100 തൊട്ട് 200 അല്ലേ? 100 തൊട്ട് 200 എന്നാൽ എക്സാമിന്റെ ചോദ്യത്തിനകത്ത് 100 മുതൽ 200 വന്നാൽ ആരാ?
കൃത്യം പറയുക. ഇൻഫാന്റ് അല്ലേ? അത് നിയോനേറ്റ് ആണോ? നിയോനേറ്റ് അല്ലേടേ? നിയോനേറ്റ് അല്ലേ? 100, 200, 100 to 200 ആരാ? ആരാ? ഇൻഫാന്റ് ആണോ? ആലോചിച്ചു പറയടേ. 100 മുതൽ 200. ഇൻഫാന്റ് തെറ്റിക്കരുത്. ഇൻഫാന്റ് ബാക്കി LHS ഉപയോഗിക്കുക. 100 നോക്കുക, 200 നോക്കുക. അത് ഇൻഫാന്റ് അല്ലേ? ഇനി 60, 100 വരെ. 60, 100 വരെ. 60, 100 വരെ. 60, 120. 60, 100 വരെ. ടോട്ടൽ. ഇനി അപ്പർ ലിമിറ്റ് 100 എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് 160 വന്ന ആരാ? അപ്പർ ലിമിറ്റ് 160 വന്ന ആരാ? അപ്പർ ലിമിറ്റ് 100 വന്ന നിയോനേറ്റ്. അപ്പർ ലിമിറ്റ് 180 വന്ന ആരാ? ഇൻഫാന്റ്. അപ്പർ ലിമിറ്റ് 120 വന്ന ആരാ? 20 ആണെങ്കിൽ ടോളർ. അപ്പർ ലിമിറ്റ് 100 വന്ന ആരാ? പ്രീ സ്കൂളർ. അതായിരിക്കും എപ്പോഴും കറക്റ്റ് ആൻസർ. നിയോനേറ്റ് ആണെങ്കിൽ എത്രയാ? 160. ഇൻഫാന്റ് ആണെങ്കിൽ 180. ടോളർ ആണെങ്കിൽ 120. പ്രീ സ്കൂൾ ആണെങ്കിൽ 100. അതായിരിക്കും എപ്പോഴും കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? അല്ലേ? ഇപ്പൊ 160 വരാ, 160 വരാ, 160 വരാ, 160 വരാ. വീണ്ടും ചോദി. 160 വരാ, 160 വരാ. 160 നിയോനേറ്റ്. 180 വരാ, 180 വരാ, 180 ഇൻഫാന്റ്. 120 വരാ, 120 വരാ, 120 വരാ, 120 വരാ, 120 വരാ. ടോളർ. ആ 100 ആരാ? ആ 100 ആരാ? 100 ആരാ? 100 ആരാ? പ്രീ സ്കൂളർ അല്ലേ? 100 ആരാ? പ്രീ സ്കൂളർ ആണോ? 100 പ്രീ സ്കൂളർ. സ്കൂളർ എത്രയാ? സ്കൂളറും പ്രീ സ്കൂൾ സെയിം അല്ലേ? സ്കൂളറും പ്രീ സ്കൂൾ എപ്പോഴും സെയിം അല്ലേ? സ്കൂളറും പ്രീ സ്കൂൾ എപ്പോഴും സെയിം അല്ലേ? ശരിയാണ്. ആ സെയിം. കിട്ടി. കിട്ടി. ഇനി എന്താ? റെസ്പിറേഷൻ കഴിഞ്ഞു. എന്താ പഠിച്ചത് ഇവിടെ? എന്താ പഠിച്ചത്? BP ആണോ, റെസ്പിറേഷൻ ആണോ, പൾസ് ആണോ, ടെമ്പറേച്ചർ എന്താ പഠിച്ചത്? ഹാർട്ട് റേറ്റ്. ഓർമ്മ വേണം. ഹാർട്ട് റേറ്റ് ആണ്. ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. ഹാർട്ട് റേറ്റ് പഠിച്ചു. അടുത്ത് പഠിക്കാൻ എന്താ? ഹാർട്ട് റേറ്റ് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാൻ എന്താ? റെസ്പിറേഷൻ അല്ലേ? ഹാർട്ട് റേറ്റ് പഠിച്ചാൽ അടുത്ത് പഠിക്കാൻ വരുന്ന കാര്യം റെസ്പിറേഷൻ. ഓരോന്നും കറക്റ്റ്ലി പഠിക്കുക. റെസ്പിറേഷൻ ആണ്. ആണോ? റെസ്പിറേഷൻ ആണോ? റെസ്പിറേഷൻ ആണോ? പറഞ്ഞേ. ആണോടെ? പറഞ്ഞേ. ആണോ? പറഞ്ഞേ. പറഞ്ഞേ. യെസ്. ഫോൺ നോക്കിയതേ. ഇത് ഫോണില് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റെക്കോർഡിംഗ് നോക്കിക്കൊണ്ടായിരുന്നു. റെക്കോർഡിംഗ് നോട്ട് നോക്കിക്കൊണ്ടായിരുന്നു. സ്റ്റഡി നോട്ട് എല്ലാവരും ഡൗൺലോഡ് ഉണ്ടോ? സ്റ്റഡി നോട്ട്സ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? നോട്ട്സ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തോ? എല്ലാവരും? കാരണം ഫോൺ ഓരോ ആഴ്ചയാകുമ്പോൾ ഇത് അപ്ഡേറ്റ് ആവാറില്ലേ? ഫോൺ ഓരോ ആഴ്ചയാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാറില്ലേ? കഴിഞ്ഞ ആഴ്ച എന്റെ എല്ലാം പോയിട്ടോ. കഴിഞ്ഞ ആഴ്ച എന്റെ എല്ലാം ഉണ്ട്. പക്ഷെ 5 ഫോണിലോട്ട് കിട്ടി കേട്ടോ. 5 ഫോണിലുണ്ട്. 5 ഫോണുണ്ട്. 5 ഫോണിലോട്ട് എല്ലാം കുത്തിച്ച് കെട്ടി.
ഇനിയെല്ലാം പോയാണ്. ഒരു ഫോണിൽ പോകുമ്പോൾ അടുത്ത് കിട്ടും. ഫോണ് നോക്കുക. ഇനി ഞാൻ ചെയ്യാൻ അറിയുമോ? ഒരു ഹസ്ബൻഡെയോ ആരെങ്കിലും ഫോണിലോട്ട് എല്ലാ റെക്കോർഡിംഗ് നോട്ട് സെൻഡ് ചെയ്യണം. അതാത് ദിവസം വരുന്ന റെക്കോർഡിങ്സ് എല്ലാം ആരെങ്കിലും ഫോണിലോട്ട് സെൻഡ് ചെയ്യണം. ഇടുമോ? അതാത് റെക്കോർഡ്സ് നോട്ട്സ് എല്ലാം മറ്റാരെയും ഫോണിലോട്ട് സെൻഡ് ചെയ്യണം. ഇടുമോ? ഇടണം. ഇടോട്ടെ പറഞ്ഞാടെ. ആർക്കും വേണ്ടി പറയുന്നത്? ആർക്കും വേണ്ടി പറയും? ഇടോ. ഇടും. നോക്കാം. റെസ്പിറേഷൻ നോക്കാം. റേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. റെസ്പിറേഷനകത്ത് ഇവിടെ ഇത് പീഡിയാട്രിക്കിനകത്ത് സാധാരണ റെസ്പിറേഷൻ പഠിക്കുന്നത് നോർമൽ ഫൗണ്ടേഷനകത്ത് പഠിപ്പിക്കുന്ന റെസ്പിറേഷൻ ഇതല്ല. പീഡിയാട്രിക്കിനകത്ത് റേറ്റ് മാത്രം അറിയുക. എത്രയായിരിക്കും? ഇൻഫാൻസി എത്രയായിരിക്കും? ഇൻഫാൻസി എത്രയായിരിക്കും? റെസ്പിറേഷൻ ഇൻഫാന്റ് എത്രയായിരിക്കും? റെസ്പിറേഷൻ ഇൻഫാന്റ് എത്രയായിരിക്കും? ഒരു 30 മുതൽ 50 അല്ലേ? 30 മുതൽ 50 എപ്പോഴും റെസ്പിറേഷൻ ഇൻഫാന്റ് ആണെങ്കിൽ 30 മുതൽ 53. 60 പോടെ? 60 പോകില്ല. 53 എക്സാക്ട് ആയിട്ട് റെസ്പിറേഷൻ എവിടെയാ? 50 ഇൻഫാന്റ് ആണെങ്കിൽ 53. ഈ ടോട്ടൽ എത്രയാ? 22 മുതൽ 37. എക്സാക്ട് ആയിട്ട് 22 മുതൽ 37 ടോട്ടൽ റെസ്പിറേഷൻ. അപ്പൊ ഇത് ഇൻഫാന്റ് ആണെങ്കിൽ 30 മുതൽ 53, ടോട്ടൽ ആണെങ്കിൽ 22 മുതൽ 37. നൗ റൈറ്റ് ഇൻ ദ പ്രീ സ്കൂൾ എത്രയാ? പ്രീ സ്കൂളറിലെ റെസ്പിറേഷൻ എത്രയാ? പ്രീ സ്കൂളർ ആണെങ്കിൽ 20 മുതൽ 28. 20 മുതൽ 28. പ്രീ സ്കൂളർ എത്രയാ? പ്രീ സ്കൂളർ എപ്പോൾ റേറ്റ് 20 മുതൽ 28 വരെ. എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ് ഈ ചോദ്യം. പ്രീ സ്കൂളർ എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം എത്രയാ? കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. 20 മുതൽ 28 എന്ന റെസ്പിറേഷൻ ആരുടേതാണ്? ഇൻഫാന്റ് ആണോ? ടോളർ ആണോ? പ്രീ സ്കൂളർ ആണോ? സ്കൂളർ ആണോ? 20 മുതൽ 28 എന്ന് പറയുമ്പോൾ ആരുടേതാ? പ്രീ സ്കൂളർ അല്ലേ? കിട്ടുന്നുണ്ടോ? സ്കൂൾ എത്രയാ? സ്കൂൾ ഇപ്പൊ എത്രയായിരിക്കും? 18 മുതൽ 25. 18 മുതൽ 25. നൗ അഡൽട്ട് ആകുമ്പോ റെസ്പിറേഷൻ കുറെ കൂടും. റെസ്പിറേഷൻ ഉണ്ടോ? ശ്വാസം വലിക്കാനേ പറ്റുന്നില്ല സാറേ. ചില സമയമാകുമ്പോ കുറയും. പഠിക്കാൻ പറ്റുന്നില്ല. ശ്വാസം കിട്ടുന്നില്ല. എപ്പ തീരും? പഠിക്കാൻ കിട്ടുന്ന ശ്വാസമേ ഇല്ല. ആർക്കുണ്ടോ? ഇറങ്ങില്ലേ? ആർക്കുണ്ടോ? ശ്വാസം കിട്ടുന്നില്ല. അഡൽട്ടാണ്. അതുകൊണ്ടോ? ശ്വാസം കിട്ടുന്നില്ല. എത്രയുണ്ട്? 12 തൊട്ട് 20 അല്ലേ? 12 തൊട്ട് 20 കിട്ടുന്നല്ലോ. 12 തൊട്ട് 20 അല്ലേ? അഡൽട്ട് ആകുമ്പോൾ 12 മുതൽ 20 എപ്പോഴും നോർമൽ റേറ്റ് 12 തൊട്ട് 20. ഇത്ര ജോലി കിട്ടുമെങ്കിൽ വാക്കാറിന്. കിട്ടുമെങ്കിൽ ഒരു ഉറപ്പ് വാക്കാറിന്. കഴിഞ്ഞ വർഷം പലരും പഠിച്ചു. ഒരു ബോക്സ് ചോക്ലേറ്റുമായി കാണുമല്ലോ. കള്ളം പറയരുത്. ഒരു ബോക്സ് ചോക്ലേറ്റുമായിട്ട് വന്ന് കാണും. ഒരു പേന, 1-2 പേന, നോർമൽ പേന, ഒരു ബോക്സ് ചോക്ലേറ്റ്. എനിക്ക് ആവശ്യം അതാണ്. എനിക്ക് ആവശ്യം പേന, ബുക്ക്, ഡയറി ഒക്കെ. എനിക്ക് ആവശ്യം പേന, ബുക്ക്, ഡയറി ഒക്കെ ഇല്ലേ? എഴുതാനും വരയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പേന, ബുക്ക്, ഡയറീസ്, ചോക്ലേറ്റ് കൊണ്ടുവരോടെ ആരെങ്കിലൊക്കെ? പേന, ബുക്ക്, ഡയറീസ് കൊണ്ടുവരുവാണെങ്കിലൊക്കെ എവിടെ കൊണ്ടുവരുവാണെങ്കിലും എക്സാമിന് ചോദിക്കും. ഒരു 30 മുതൽ 50 മാർക്ക് റേറ്റ് റെസ്പിറേഷൻ. 30 മുതൽ 50 മാർക്ക്. ആരും പറയും ചോക്ലേറ്റ് ഫാക്ടറി വേണ്ട, പതിപ്പിക്കുകയാണല്ലേ. സാറ് പറഞ്ഞ് ഷുഗർ ഒന്ന് വലിക്കാൻ വേണ്ടിയായിരിക്കും.
ഷുഗർ വന്ന് മരിപ്പിക്കാൻ വേണ്ടി ചോക്ലേറ്റ് ഫാക്ടറി കൊണ്ടുവരുന്നു. ഓടിക്കും അതൊരു ഓടിക്കും ചോക്ലേറ്റ് ഫാക്ടറി 30 മുതൽ 50 മാർക്കടെ 30 മുതൽ ചോക്ലേറ്റ് ഫാക്ടറി ഓടിക്കും അതൊരു എവിടെ എന്നെ കൊന്നു. ഇൻഫാന്റ് അല്ലെ ഇൻഫാന്റ്. അതേ സമയത്ത് എക്സാം പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 30 50 കണ്ടാലോ 30 50 കണ്ടാലോ 30 50 കണ്ടാലോ 53 50 കണ്ടാർക്ക 50 കണ്ടാർക്ക കണ്ടോളർ അത് ഇൻഫാന്റ് ആണോ? ആ കാണിക്കത് ഇൻഫാന്റ് അല്ലേ? ഇൻഫാന്റ് അല്ലേ? 53 ഇല്ല 50 കണ്ടാർക്ക ഇൻഫാന്റ് അല്ലേ? ഇനി 20 മുതൽ 40 ആർക്ക 20 മുതൽ 40 ആർക്ക ഇൻഫാന്റ്. ഇനി 20 30 ആൾക്കായിരിക്കും 20 30 ആൾക്കാർ ഫ്രീ സ്കോർ. ഇനി 18 മുതൽ 20 ചേർക്കാം 25 ചേർക്കാം 15 20 ആർക്കാം 15 20 ആർക്കാം ആടാ. ക്ലിയർ? എപ്പോഴും ഹാർട്ട് റേറ്റും റെസ്പിറേഷനും നമ്മൾ പഠിക്കുന്ന റേഞ്ചിനകത്ത് വരുന്ന ഓപ്ഷനാണ് എഴുതുമല്ലോ. ഹാർട്ട് റേറ്റ് റെസ്പിറേഷൻ നമ്മൾ പഠിക്കുന്ന റേഞ്ചിനകത്ത് വരുന്ന എഴുതണം. ഇന്ന് നിയോനെറ്റ് ആണെങ്കിൽ ഒരു 100 200 ചോദിച്ചൂടെ? എക്സാം ക്വസ്റ്റിനകത്ത് 100 മുതൽ 200 ചോദിച്ചു ശരിയല്ലേ? എക്സാമിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓപ്ഷനായിട്ട് 100 തൊട്ട് 200 ചോദിച്ചു ശരിയാണോ? എക്സാം ക്വസ്റ്റിനകത്ത് 100 തൊട്ട് 200 ശരിയാണോ? ഓപ്ഷനകത്ത് അതേ ഉള്ളൂ ശരിയല്ലേ? ഒരു എക്സാം പറഞ്ഞുതരാം. ഇത് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. എക്സാം പറഞ്ഞുതരാം. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരള PSC ഒരു എക്സാമിനകത്ത് നിയോലിന്റെ ഹാർട്ട് റേറ്റ് ഫസ്റ്റ് ചോയ്സിൽ 60 തൊട്ട് 120. ഫസ്റ്റ് ചോയ്സ് നോക്കിയേ. ഫസ്റ്റ് ചോയ്സിനകത്ത് 60 മുതൽ 100 ഉണ്ടായിരുന്നു. സെക്കൻഡ് ചോയ്സിനകത്ത് 70 മുതൽ 130 ഉണ്ടായിരുന്നു. തേർഡ് ചോയ്സിനകത്ത് ഒരു 80 മുതൽ 140 ഉണ്ടായിരുന്നു. ഫോർത്ത് ആയിട്ട് 100 മുതൽ 200 ഉണ്ടായിരുന്നു. 4 ഓപ്ഷൻ. കഴിഞ്ഞ എക്സാമിൽ പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. ഫസ്റ്റ് ചോയ്സ് ആയിട്ട് 60 മുതൽ 120, രണ്ടാമത്തെ ചോയ്സ് 70 മുതൽ 130, മൂന്നാമത്തെ ചോയ്സ് 80 മുതൽ 140, നാലാമത്തെ ചോയ്സ് 100 മുതൽ 200 ആണെങ്കിൽ എന്ത് ഉത്തരം എഴുതും? നിയോനെറ്റ് ആണെങ്കിൽ ഓപ്ഷൻ ഫോർത്ത് വൺ ഈസ് 100 തൊട്ട് 200 ആണോ? 200 അല്ലേ? 100 തൊട്ട് 200. ഫോർത്ത് വൺ ഈസ് കറക്റ്റ് ആൻസർ. എന്ത് മനസ്സിലായി ഇത്രയും പഠിച്ചപ്പോൾ എന്ത് മനസ്സിലായി? എപ്പോഴും അപ്പർ ലിമിറ്റ് നോക്കി വേണം ആൻസർ ചെയ്യാൻ അല്ലേ? എപ്പോഴും അപ്പർ ലിമിറ്റ് അപ്പർ വാല്യൂ നോക്കി വേണം ആൻസർ ചെയ്യാനുള്ളത്. ലോവർ ലിമിറ്റ് അല്ല. ലോവർ ലിമിറ്റ് അധികം പഠിച്ചില്ലെങ്കിലും അപ്പർ ലിമിറ്റ് മാത്രം നോക്കി വേണം ഹാർട്ട് റേറ്റ് ഒക്കെ റെസ്പിറേഷനും ആൻസർ ചെയ്യാൻ. ഇനി ഹാർട്ട് റേറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? ഇനി റെസ്പിറേഷൻ ക്വസ്റ്റ്യൻ പറയട്ടെ. ആ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം എവിടെ വരട്ടെ ആലോചിക്കട്ടെ. ഇൻഫാന്റ് റെസ്പിറേഷൻ നോർമൽ എത്രയാ? 20 30 ആണോ? 20 30 ആണോ? 30 40 ആണോ? 30 50 ആണോ? 30 60 ആണോ? ഇൻഫാന്റ് റെസ്പിറേഷൻ 20 30 ആണോ? 30 40 ആണോ? 30 50 ആണോ? 30 60 ആണോ? അപ്പർ ലിമിറ്റ് നോക്കിയാൽ എത്രയാ? 30 60 അല്ലേ? എപ്പോഴും ലോവർ ലിമിറ്റ് നോക്കാതെ അപ്പർ ലിമിറ്റ് മാത്രം നോക്കി ഉത്തരം എഴുതാൻ പറ്റുമോ? എപ്പോഴും ലോവർ ലിമിറ്റ് മാത്രം നോക്കാതെ അപ്പർ ലിമിറ്റ് നോക്കി ഉത്തരം എഴുതുമല്ലോ. എങ്കിൽ മാത്രം ആൻസർ കിട്ടുള്ളൂ. അപ്പർ ലിമിറ്റ് എവിടെയാണോ കൂടുതൽ അതായിരിക്കും ആൻസർ. നിയോനെറ്റ് 160 ആണോ? നിയോനെറ്റ് 160 ആണോ? യെസ്. ഇൻഫാന്റ് 180 ആണോ? ഇൻഫാന്റ് 180 ആണോ? ആണ്. ടോളർ 120 ആണോ? ടോളർ 120 ആണോ? പ്രീ സ്കോളർ 100 ആണോ? അതായിരിക്കും എപ്പോഴും കറക്റ്റ് ആൻസർ. കിട്ടിയോടെ എല്ലാവർക്കും? ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയോ? ഫസ്റ്റ് ചാപ്റ്റർ റെസ്പിറേഷൻ ആൻഡ് ഹാർട്ട് റേറ്റ് ക്ലിയർ ആയിരുന്നു. ഇങ്ങനെ പഠിക്കേണ്ടത്. അല്ലാതെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പഠിക്കാൻ പറ്റോ? ഇല്ല.
അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അവസാന സമയം കാണാൻ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പർ ലിമിറ്റ് മാത്രം പഠിച്ചാൽ ഉത്തരം കറക്റ്റായി കിട്ടും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ ഒരിക്കലും പറ്റില്ല. പറ്റില്ല, ശരിയല്ലേ? സത്യമല്ലേ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കാണാൻ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പർ ലിമിറ്റ് എപ്പോഴും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ? എന്താ റൗണ്ട് ഫിഗേഴ്സിലെല്ലാം 60, 20, 40, 30 റൗണ്ട് അല്ലേ എല്ലാം? റൗണ്ട് അല്ലേ? 12, 16, 24 ഒന്നും അല്ല. റൗണ്ട് ഫിഗേഴ്സിലെല്ലാം റൗണ്ട് അല്ലേ എല്ലാം? അല്ലേ? മാക്സ് റൗണ്ട് അല്ലേ എല്ലാം? യെസ്, ക്ലിയർ. സോ നെക്സ്റ്റ് ഹെഡിങ് ഇടുക ദ ബ്ലഡ് പ്രഷർ. ദ പീരിയഡിനകത്ത് നെക്സ്റ്റ് ഹെഡിങ് ഇടുക ദ ബ്ലഡ് പ്രഷർ ആൻഡ് ദ കഫ് സൈസ്. ചോദ്യം സ്റ്റഡി ചെയ്യാം. അത് ബ്രേക്ക് വേണം, ചെറിയ ബ്രേക്ക് വേണം, ചെറിയ ബ്രേക്ക് വേണം. വേണോ? തരട്ടെ, തരട്ടെ. എപ്പോ സ്റ്റാർട്ട് ചെയ്തു? 7:30, 8:30. ഓക്കെ, കുറച്ചുള്ളൂ ഇനി. ഇന്ന് BP കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. സോ 5 മിനിറ്റ് ബ്രേക്ക് കേട്ടോ. ഒരു 8:30 8:30 8:30 കേട്ടോ. 8:30. ആ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ ആരെങ്കിലും റെക്കോർഡിംഗ് കിട്ടാനുള്ള മെസ്സേജ് കേട്ടോ. 5 മിനിറ്റ് പോകുന്ന ഗ്യാപ്പിൽ ആരെങ്കിലും റെക്കോർഡിംഗ് മെസ്സേജ് ഇവിടെ അയക്കാൻ ആളുണ്ട്, മെസ്സേജ് കേട്ടോ. താങ്ക്സ് സോ മച്ച്. 5 മിനിറ്റ് റെക്കോർഡിംഗ് കിട്ടും. എവിടെ വെള്ളം? എവിടെ വെള്ളം? അവിടെ കുടിക്കാൻ വെള്ളം അവിടെ അല്ലേ? അതല്ലേ ഓടി കിട്ടും.
സ്റ്റഡിയാ ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ കിട്ടിയോ? ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ കിട്ടിയോ? ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ ക്ലിയർ ആയല്ലോ. ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ ക്ലിയർ ആയോ? ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇന്ന് അയച്ചെന്ന ഇത് പോയിന്റ്സ് വായിച്ചോ? ഇന്ന് അയച്ചെന്ന പീഡിയാട്രിക്കിന്റെ പോയിന്റ്സ് വായിച്ചോ? വായിച്ചോ? ഫസ്റ്റും സെക്കൻഡും തേർഡും വായിച്ചു കുഞ്ഞു എല്ലാരും വായിച്ചോ? എന്ത് ബർത്ത് വെയിറ്റ് എപ്പോ ഡബിൾ ആവും? ബർത്ത് വെയിറ്റ് എപ്പോ ഡബിൾ ആവും? 2 വയസ്സാണോ 3 വയസ്സാണോ 6 മാസമാണോ 1 ഇയർ ആണോ? ബർത്ത് വെയിറ്റ് എപ്പോ ഡബിൾ ആവും? 2 വയസ്സാണോ 6 മാസമാണോ 3 വയസ്സാണോ 1 ഇയർ ആണോ? 6 മാസം. 6 മാസം 6 എപ്പോ ട്രിപ്പിൾ ആവുന്നപ്പോഴാ? എപ്പോ ട്രിപ്പിൾ ആവും? ബർത്ത് വെയിറ്റ് എപ്പോ ട്രിപ്പിൾ ആവും? ബർത്ത് വെയിറ്റ് എപ്പോ ട്രിപ്പിൾ ആവും? ബർത്ത് വെയിറ്റ് എപ്പോ ട്രിപ്പിൾ ആവും? 1 ഇയർ. അതിന്റെ പ്രീവിയസ് എക്സാം ചോദ്യം, ഒരു ഇൻഫാന്റ് ഹൈറ്റ് അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് പേരെന്താ? ഇൻഫാന്റോമീറ്റർ. കണ്ടിട്ടുണ്ടോ ചോദ്യം ആരെങ്കിലും? ഈ ഒരു ചോദ്യം ആരെങ്കിലും പ്രീവിയസ് എക്സാം കണ്ടോ? ഇൻഫാന്റോമീറ്ററിൽ ചോദ്യം ഉണ്ടായിരുന്നു, കണ്ടോണ്ടല്ലോ? ഉണ്ടായിരുന്നോ? പ്രീവിയസ് ചോദ്യം അതൊക്കെ കണ്ടോ? ഇനി പോയിന്റ്സ് വേണോ? വേണോ? സമയം കൂടുതൽ വേണം. ആണോടെ? ആണോ? വേണ്ടേ? പറഞ്ഞു വേണമെന്ന് ഇപ്പൊ തരും, വേണമെന്ന് തരൂല. വേണം പോയിന്റ്സ് വായിക്കാം, ഇടയ്ക്ക് പഠിക്കുമ്പോൾ വായിക്കാൻ വേണ്ടി എല്ലാം പോയാലും കാരണം പാടത്ത് കെരാട്ടോ മലേഷ്യ അത് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാ? കെരാട്ടോ മലേഷ്യ ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയെ? സെക്കൻഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് സീറോഫ്താൽമിയ എന്തിയാ? സീറോഫ്താൽമിയ വൈറ്റമിൻ എ ഉണ്ടായിരുന്നു. അസ്കോർബിക് മറ്റേ പേരെന്താ? വൈറ്റമിൻ സി അല്ലേ? വൈറ്റമിൻ സി. കണ്ടോ? വായിച്ചോ ആരെങ്കിലും? ഇവിടെ വായിച്ചോ ആരെങ്കിലും? വായിച്ചോ? ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് BCG ഇൻട്രാ മസ്കുലർ ആണോ ഡെർമൽ ആണോ? ഡെർമലി. And the milk ejecting hormone ada? Oxytocin ആണോ? Oxytocin. എല്ലാ ദിവസവും ഇങ്ങോട്ട് പോയിന്റ്സ് ഓരോ സിസ്റ്റം വൈസായിട്ട് പോയിന്റ്സ് എന്ന് ഞാൻ അയച്ചു തരാം. അപ്പൊ പഠിക്കുമെങ്കിൽ മാത്രം പഠിക്കുമെങ്കിൽ മാത്രം അയച്ചു തരാം. കാരണം അവസാന സമയം എളുപ്പത്തിനായിട്ട് ഈസി ആയിട്ട് പഠിക്കുന്നതിൽ നിന്ന് ഈസി ആയിട്ട് നന്നായിരിക്കും. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് BP. പീഡിയാട്രിക്കിനകത്ത് ദ ബ്ലഡ് പ്രഷർ ആൻഡ് കഫ് സൈസും ആൻഡ് കഫ് ലെങ്തും. അടുത്ത ചാപ്റ്റർ ആണ് പീഡിയാട്രിക്കിനകത്ത് വരുന്ന ദ ബ്ലഡ് പ്രഷർ. നോർമലി ഫൗണ്ടേഷനിൽ പഠിക്കുന്ന ബ്ലഡ് പ്രഷർ നോർമലി ഫൗണ്ടേഷനിൽ പഠിക്കുന്നത് ആണ്. പക്ഷെ ഇവിടെ പഠിക്കണ്ടേ? ഇവിടെ ചോദ്യം വരും. ശബ്ദമൊന്നുമില്ല. പീഡിയാട്രിക്കിൽ എപ്പോഴും ദ ബ്ലഡ് പ്രഷറും അതുപോലത്തെ ഒരു കഫ് സൈസ് ഞാൻ ഒന്ന് ഊന്നി പറയാണ്. കഫ് സൈസ് അറിയാമോ? കേട്ടിട്ടുണ്ടോ? കഫ് സൈസ്, ആ കെട്ടുന്ന സൈസ്
കിട്ടുന്ന സൈസ് കേട്ടോണ്ടെങ്കിലും കഫ് സൈസ് ആലോചിക്കും. കഫ് എന്ന് പറഞ്ഞാൽ ചുമ. ആ ചുമക്ക് സൈസ് ആണോ? അതാണോ? ആ കഫ് എന്ന് പറഞ്ഞാൽ ചുമ, കഫ് അതാണോ? ആ ചുമയാണോ? കഫ് സൈസ് ആണോ? അല്ല അല്ല. എന്ത് കഫിന്റെയാ? ആ BP ആ കിട്ടുന്ന ഭാഗമില്ലേ, അതിന് സൈസും ലെങ്തും അതുപോലെ തന്നെ പ്രഷറും എല്ലാ എക്സാമിനും പീഡിയാട്രിക്കിൽ നിന്ന് ചോദിക്കുന്ന എക്സാക്ട് ആയിട്ട് ഇത് മാത്രമേ എക്സാമിൽ ചോദിക്കുള്ളൂ. ഞാനിവിടെ എക്സാക്ട് ആയിട്ട് പറയും, ഇത് മാത്രമേ എക്സാമിൽ ചോദിക്കുള്ളൂ. നിയോനെറ്റ് ആണെങ്കിൽ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാ? നോർമൽ അപ്രോക്സിമേറ്റ് എത്രയായിരിക്കും? നിയോനെറ്റ് ആണെങ്കിൽ നോർമൽ എത്രയാ? ഒരു 90 മുതൽ 150 ആണോ, 100 ആണോ, 50 ആണോ? ആ ചോദ്യം 90 മുതൽ 100 ആണോ, 150 ആണോ, 50 ആണോ നോർമൽ? ആലോചിച്ച് നിയോനെറ്റ് ആണെങ്കിൽ 50. 90 മുതൽ 50 എന്താ? 90 മുതൽ 50 MMOC എന്താ? നിയോനെറ്റ് അല്ലേ? 90 മുതൽ 50 ആണെങ്കിൽ 90 മുതൽ 50 ഇറക്കാം. 90 മുതൽ 50 എപ്പോഴും നിയോനെറ്റിന്റെ ബ്ലഡ് പ്രഷർ ആണ്, മറക്കരുത്. 90 മുതൽ 50 ആണെങ്കിൽ നിയോനെറ്റിന്റെ ബ്ലഡ് പ്രഷർ ആണ്. എക്സാമിൽ ചോദിക്കും. എല്ലാ എക്സാമും ഇതിന്റെ കഫ് സെസിൽ മൈക്ക് ഓഫ് ചെയ്താൽ, മൈക്ക് ഓഫ് ചെയ്താൽ ആരും ഓൺ ചെയ്യും? മൈക്ക് ഓഫ് ചെയ്താൽ, ഓഫ് ചെയ്താൽ ഓഫ് ചെയ്യല്ലോ, ഓഫ് ചെയ്യാം. ആരും ഇല്ലല്ലോ. എവിടെ വേഗം നോക്കട്ടെ. എക്സാമിൽ ചോദ്യം ഇതാണ്. 2.5 തൊട്ട് 4 സെന്റിമീറ്റർ ഉള്ള കഫ് സൈസ് ഉള്ള ആർക്കാ കൊടുക്കേണ്ടത്? നിയോനെറ്റ് ആണോ, ഇൻഫാന്റ് ആണോ, അഡൽട്ട് ആണോ, ആർക്കാ? 2.5 തൊട്ട് 4 സെന്റിമീറ്റർ കഫ് സൈസ് ഉള്ള ആർക്കാ? കഫ് കെട്ടുന്ന കഫ് സൈസ് ആർക്കാ? 2.5 തൊട്ട് 4 സെന്റിമീറ്റർ ആർക്കായിരിക്കും കഫ് സൈസ്? ആർക്കായിരിക്കും? നിയോനെറ്റ് അല്ലേ? നിയോനെറ്റിന്റെ ബ്ലഡ് പ്രഷർ എപ്പോഴും 90 to 50 ആണെങ്കിൽ കഫ് സൈസ് എപ്പോഴും ചോദ്യമാണ്. 2.5 സെന്റിമീറ്റർ തൊട്ട് 2.5 സെന്റിമീറ്റർ തൊട്ട് 4 സെന്റിമീറ്റർ കഫ് സൈസ് ആർക്ക് കൊടുക്കും? 2.5 തൊട്ട് 4 സെന്റിമീറ്റർ കഫ് സൈസ് ആർക്കാണ് ഉള്ളത്? എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. 2.5 തൊട്ട് 4 സെന്റിമീറ്റർ കഫ് സൈസ് ആർക്കാ? നിയോനെറ്റ് ആണ്. എത്ര BP എത്രയാ? 90 to 50 MMOH. കിട്ടിയോ? ഇതില്ലേ 90 തൊട്ട് 50 പറയുമ്പോൾ ഡയസ്ട്രോൾ എത്രയാണ്? 90 തൊട്ട് 50 എന്ന് പറയുമ്പോൾ ഡയസ്ട്രോൾ എത്രയാ? ഡയസ്റ്റോളിക് എത്രയാ? ഡയസ്റ്റോളിക് 50 ആണോ 90 ആണോ? 50. സിസ്റ്റോളിക് എത്രയാ? 90. മറക്കരുത്. ഇനി ഇൻഫാന്റ് BP എത്ര? ഇൻഫാന്റ് ആകുമ്പോൾ BP എത്രയാ? ഇൻഫാന്റ് ആകുമ്പോൾ BP എത്രയാ? ഒരു 100 മുതൽ 60. ഇൻഫാന്റ് ആണെങ്കിൽ 100 മുതൽ 60 ആണ് BP. ഇപ്പോൾ ഇൻഫാന്റ് ആണെങ്കിൽ നോർമൽ 100 മുതൽ 60 MHg ആണ്. അവിടെയും ചോദ്യം വരുന്നത് കഫ് സൈസ് എത്രയാണ്? അവിടെയും എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ട കഫ് സൈസിനാണ് 4 മുതൽ 6 സെന്റിമീറ്റർ വരെ. അപ്പോൾ നിയോനെറ്റ് ആണെങ്കിൽ കഫ് സൈസ് എത്രയാ? നിയോനെറ്റ് ആണെങ്കിൽ 2.5 തൊട്ട് 4 സെന്റിമീറ്റർ അല്ലേ? 2.5 മുതൽ 4 സെന്റിമീറ്റർ ആണെങ്കിൽ നിയോനെറ്റ്. ഇൻഫാന്റ് ആണെങ്കിൽ 4 മുതൽ 6 സെന്റിമീറ്റർ. ഇൻഫാന്റ് ആണെങ്കിൽ 4 മുതൽ 6 സെന്റിമീറ്റർ. നിയോനെറ്റ് ആണെങ്കിൽ 2.5 തൊട്ട് 4 സെന്റിമീറ്റർ. ചോദ്യം വരും, ഇൻഫാന്റിന്റെ കഫ് സൈസ് എത്രയാ? ഇൻഫാന്റ് കഫ് സൈസ് എത്രയാ? ഇൻഫാന്റ് ആണെങ്കിൽ കഫ് സൈസ് എത്രയാ? 4 തൊട്ട് 6 സെന്റിമീറ്റർ. 4 തൊട്ട് 6 സെന്റിമീറ്റർ. എവിടെ പഠിച്ചോളൂ ഇതൊക്കെ? എവിടെയെങ്കിലും പഠിച്ചോണ്ട് ഇതൊക്കെ? ഇല്ല. ഉണ്ടോ? എവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ആരെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. പറഞ്ഞു ഇതുവരെയായിട്ട് എവിടെയും പഠിച്ച ആൾക്ക് പറയും. ഇപ്പൊ ബാക്കിയുള്ള എവിടെയെങ്കിലും പഠിച്ച ആൾക്കാർ പറയും. വേറെ എവിടെയെങ്കിലും പഠിച്ച ആൾക്കാർ സ്ഥലം വരുമ്പോ പറയണ്ട. പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയും പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. പഠിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഉണ്ടോ? പറഞ്ഞു പഠിച്ചുണ്ടോ?
ടുമാറോ തൊട്ട് ഇന്റർനെറ്റ് സേവ് ചെയ്യട്ടോ. ടുമാറോ തൊട്ട് അത് നെറ്റ് സേവ് ചെയ്യാം. അവിടെ എല്ലാവരും ഫോൺ ചെയ്ത് സേവ് ചെയ്യട്ടോ. എന്റെ നെറ്റ് തീർന്നു, പറ്റുന്നില്ല പറയുക കേട്ടോ. ഓരോ ആൾക്ക് പറയുന്നുണ്ട് നെറ്റ് തീർന്നു. എന്താ കാണുന്നത്? യൂട്യൂബ് ആണോ? എന്താ കാണുന്നത്? യൂട്യൂബ് ആണോ? യൂട്യൂബ് ഷോർട്സ് ആക്കുകയാണോ? ആണോ? ഇനി അത് മതിയോ സാർ? നെറ്റ് തീർന്നു. പറഞ്ഞു ഫ്രീ പറഞ്ഞു. കാണറുണ്ടോ എല്ലാവരും? വീഡിയോസ്, യൂട്യൂബ്, സിനിമ കാണുന്നു. സാർ നെറ്റ് തീർന്നു. നെറ്റ് തീർന്നു. തീർന്നോ? തീർന്നുണ്ടോ? തീർന്നോ? നാളെ പഠിക്കാം. തീർന്ന ആൾക്കാർ നാളെ പഠിക്കുക. സോ ഇത് നിയോ നെറ്റിന് എത്രയാ? 90 മുതൽ 50 അല്ലേ? നിയോ നെറ്റ് ആണെങ്കിൽ 90 മുതൽ 50 തീരെ എടുത്ത്. ഇനി അങ്ങോട്ട് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞാൽ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. കല്യാണം, പാല് കച്ച്, ബർത്ത്ഡേ, അനാവശ്യമായി യൂട്യൂബ് വീഡിയോ കാണുക, അത് കാണുക, ഒഴിവാക്കുമല്ലോ കാര്യം. ഒഴിവാക്കുമോ? യാത്രകൾ ഒഴിവാക്കും. യാത്രകൾ ഒഴിവാക്കും. 50 ദിവസത്തേക്ക് 55 ദിവസത്തേക്ക് യാത്രകൾ ഒഴിവാക്കും. യാത്രകൾ, അനാവശ്യമായ കാര്യങ്ങൾ. കാരണം ജോലിക്ക് പോകണം, യാത്രയ്ക്ക് പോകണം, കുട്ടികൾ നോക്കണം, വീട്ടിൽ കയറി നോക്കണം, ഫുഡ് വയ്ക്കണം, ഒഴിവാക്കുമോ? അതിൽ നിന്ന് അനാവശ്യ കാര്യം മാത്രം. അതിൽ നിന്നും അനാവശ്യ യാത്ര ഒഴിവാക്കണം. സൗണ്ട് കേൾക്കുമല്ലോ? സൗണ്ട് കേൾക്കുമല്ലോ? ഈ പറഞ്ഞ എന്താ ജോലി, ഫാമിലി, കുട്ടി ആവശ്യമല്ലേ? ജോലി, ഫാമിലികൾ എല്ലാ ആവശ്യവും അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത ശേഷം ബാക്കിയുള്ള സമയം അനാവശ്യ യാത്ര ഒഴിവാക്കി പഠിക്കും. അതിനുശേഷം ജോലി, ഫാമിലി എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത ശേഷം ബാക്കിയുള്ള സമയം പഠിക്കും. അവിടെയല്ലേ അനാവശ്യ യാത്ര എടുത്തത്? അല്ലേ? ഫോൺ നോക്കിയിരിക്കുക, സ്റ്റാറ്റസ് നോക്കിയിരിക്കുക. ഇത്ര മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇന്ന് അവൾ എന്തിട്ടു, ഇതല്ലേ ഇന്ന് അവൾ എന്ത് സ്റ്റാറ്റസ് ഇട്ടു, എന്താ ഇട്ടത്, എന്നെ കുറിച്ചാണോ? നോക്കാറുണ്ടോ? ഇന്ന് എന്തിട്ടു നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് എന്റെ കൂടെയുള്ള ആരെന്തിട്ടു, ഒന്നും ഇട്ടിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? നോക്കരുത്, നോക്കരുത്. ഇന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് നോക്കുക, ഇന്ന് ഞാൻ എന്ത് പഠിക്കുന്നു എന്ന് നോക്കുക. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ന് ഞാൻ എന്ത് പഠിക്കുന്നു, ഞാൻ ഇന്ന് എന്താ പഠിച്ചത്, എന്ത് പഠിച്ചു? ഹാർട്ട് റേറ്റ് ഒരു 100 മുതൽ 200 ആരാ? ഹാർട്ട് റേറ്റ് 100 മുതൽ 200 വരെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അത് കണ്ട ആരാ? ഹാർട്ട് റേറ്റ് ഒരു 100 മുതൽ 200 വരെ എക്സാം ക്വസ്റ്റ്യൻ കണ്ടെന്താണ്? ഇൻഫാന്റ്. 60 മുതൽ 100 കൊണ്ടാരാ? 60 മുതൽ 100 കൊണ്ടാരായിരിക്കും? റെസ്പിറേഷൻ ഒരു 20-30 ആരായിരിക്കും? റെസ്പിറേഷൻ എക്സാ ചോദ്യം പറയുന്നത്, എക്സാക്ട് വാല്യൂ അല്ല ചോദ്യം പറയുന്നത്. 20-30 ആയിരിക്കും റെസ്പിറേഷൻ. 20-30 എക്സാക്ട് ചോദ്യം പറയുന്നത്, എക്സാക്ട് വാല്യൂ അല്ല. പ്രീ സ്പോട്ട്. എന്താ നിയോനെറ്റ് 160? എന്താ നിയോനെറ്റ് 160 ബി സ്ക്വയർ? എന്താ ഹാർട്ട് റേറ്റ് റെസ്പിറേഷൻ ആണോ? ഹാർട്ട് റേറ്റ്, ഹാർട്ട് റേറ്റ്. പ്രീ സ്കൂൾ ഹാർട്ട് റേറ്റ് എത്രയാ? പ്രീ സ്കൂൾ ഹാർട്ട് റേറ്റ് 100, 100, 100, 100 അല്ലേ? 100. 2.5 സെന്റിമീറ്റർ ടു 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ആഴ് കപ്പ് സൈസാണ്. 2.5 തൊട്ട് ഒരു എക്സാക്ട് 4 വരെ എക്സാക്ട് ആയിട്ട് ആരാ? നിയോനെറ്റ് അല്ലേ? നിയോനെറ്റിന്റെ കപ്പ് സൈസ് എത്രയാ? 2.5 തൊട്ട് 4 സെന്റിമീറ്റർ വരെയാണ് എക്സാക്ട് ആയിട്ട് ചോദ്യം വരും. ഇൻഫാന്റ് എത്രയാ? ഇൻഫാന്റ് ആണെങ്കിൽ ബി പി ആണെങ്കിൽ 100 മുതൽ 60 mH. ഇൻഫാന്റ് ബി പി എപ്പോഴും 100 മുതൽ 60 mm. ഇൻഫാന്റ് ബി പി നോക്കിയപ്പോഴും
100 തൊട്ട് 60 മറക്കരുത്. ഇൻഫാന്റെ ബി പി എപ്പോഴും 100 മുതൽ 60. അവിടെയും ചോദ്യം കഫ് സൈസ് എത്രയാ? ഇൻഫാന്റെ കഫ് സൈസ് എത്രയാ? 4 മുതൽ 6 സെന്റിമീറ്റർ വരെ. 4 മുതൽ 6 സെന്റിമീറ്റർ എപ്പോഴും ഇൻഫാന്റ് കഫ് സൈസ് ആണ്. വീണ്ടും ഞാൻ ചോദിക്കാം, 90 മുതൽ 50 mmHg ആരുടെ ബി പി ആണ്? 90 മുതൽ 50 mmHg. ഞാൻ വീണ്ടും ചോദിക്കും, കാരണം വെറുതെ പഠിപ്പിക്കുന്ന ആളല്ലേ ചോദ്യം വരും. നിയോ നേറ്റ് ആണോ? നിയോ 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 നല്ല പേരല്ലേ നിയോ. നിയോ എത്ര കഫ് എത്രയാ? 2.5 തൊട്ട് 4 വരെ. ഇൻഫാന്റ് ആണ് ഇത്ര ബി പി എത്രയാ? ബി പി 100 മുതൽ 60. 100-60 ആണ് ഇൻഫാന്റ് അല്ലേ? എത്ര കഫ് എത്രയാ? 4 മുതൽ 6. രണ്ടും കിട്ടിയോ? ഞാൻ പലതവണ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നോർമലി ഒരു ബുക്ക് വായിച്ചാൽ പഠിക്കാൻ പല കാര്യമാണ്. And now what about toddler? Now what about the toddler എത്രയാ? ബി പി എത്രയാ? ടോളർ എത്തുമ്പോൾ ബി പി എത്രയാ? 100 മുതൽ 70. ടോളർ ആണെങ്കിൽ ബി പി 100 മുതൽ 70 mmHg അല്ലേ? ടോളർ ആകുമ്പോൾ ബി പി എപ്പോഴും 100 മുതൽ 70 mmHg ആണ്. കഫ്സ് എത്രയാ? 79 സെന്റിമീറ്റർ. കഫ്സ് എത്രയാ? കഫ്സിന്റെ സൈസ് നോക്കിയാൽ 7 മുതൽ 9 സെന്റിമീറ്റർ. ഇവിടെയാണ് ടോളർ തൊട്ട് പ്രീ സ്കൂളറും സ്കൂളറിന്റെയും കഫ് സൈസ് സെയിം ആവുന്നത്. ആലോചിക്കുക, ടോളറിന്റെയും പ്രീ സ്കൂളറിന്റെയും സ്കൂളറിന്റെയും കഫ് സൈസ് മൂന്നും ഒരുപോലെ വരുന്നത് ഇവിടെയാണ്. എപ്പോഴും 7 to 9 സെന്റിമീറ്റർ കണ്ടാൽ ടോളർ ആയാലും പ്രീ സ്കൂളർ ആയാലും സ്കൂളർ ആയാലും കഫിന്റെ സൈസ് എപ്പോഴും സെയിം ആണ്. 7 മുതൽ 9 സെന്റിമീറ്റർ. ഒരു 3 വാല്യൂ ഒരുപോലെ വരുന്ന എവിടെ വെച്ചാൽ 7 മുതൽ 9 സെന്റിമീറ്റർ എന്ന് പറയുന്ന 3 വാല്യൂസ് ഒരുപോലെ വരുന്ന സെയിം വാല്യൂസ്, കഫിന്റെ സൈസ് എപ്പോഴും സെയിം ആയിട്ട് വരുന്ന സ്ഥലം എവിടെയാ? ടോളർ, പ്രീ സ്കൂളർ, സ്കൂളർ. അത് ഓർമ്മിക്കണം. 3 കഫ് സൈസും ഒരുപോലെ വരുന്ന സ്ഥലം എവിടെയാ? ടോളർ. TPS. ടോളർ, പ്രീ സ്കൂളർ, എസ്. TPS എപ്പോഴും 7 to 9 സെന്റിമീറ്റർ ആണ്. ഇനി ബി പി എത്രയാ? സെയിം ആണോ? ബി പി സെയിം ആണോ? ടോളറിൽ 100 മുതൽ 70. പ്രീ സ്കൂൾ ബി പി സെയിം അല്ലേ? ടോളറിലും പ്രീ സ്കൂളറും ബി പി സെയിം ആണ്, 100 തൊട്ട് 70 കേട്ടോ. ടോളർ ആയാലും പ്രീ സ്കൂളർ ആയാലും എപ്പോഴും 100/70 mmHg സെയിം ആയിട്ട് എടുക്കും. പക്ഷെ സ്കൂളിൽ എത്തുമ്പോൾ ശകലം കൂടും. 110/80 ആവും. സ്കൂളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? 110/80 പക്ഷെ അവിടെയും കഫ് സൈസ് സെയിം അല്ലേ? അവിടെയും കഫ് സൈസ് സെയിം അല്ലേ? ഈ ഒരു ഭാഗം റൗണ്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് ചോദ്യം വരുന്നത്. കാരണം ഇവിടെ 3 ചോദ്യങ്ങൾ കാണുന്നുണ്ടല്ലേ? കഫ് സൈസ് ഏതൊക്കെ സെയിം? 3 ചോദ്യമുണ്ട്. കഫ് സൈസ് സെയിം വരുന്നത് ഏതൊക്കെയാ? ടോളർ, പ്രീ സ്കൂളർ, സ്കൂളർ. ശരിയല്ലേ? ഫസ്റ്റ് ചോദ്യം. സെക്കൻഡ് ചോദ്യം, ടോളറിന്റെയും പ്രീ സ്കൂളറിന്റെയും ബി പി എത്രയാ? സെക്കൻഡ് ചോദ്യം, ടോളറിന്റെയും പ്രീ സ്കൂളറിന്റെയും ബി പി എത്രയാ? 100/70. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് സ്കൂളറിന്റെ ബി പി എത്രയാ? സ്കൂളർ ആകുമ്പോൾ 110/80 ആവും അല്ലേ? 3 ചോദ്യം എപ്പോഴും ഈ ഒരു ചോദിക്കാറുണ്ട്. പക്ഷെ ആരും പഠിക്കില്ല. എല്ലാവർക്കും 1 മാർക്ക് മിസ്സാവുന്ന കാര്യം ഇത്. 1 മാർക്ക് എല്ലാവരും കളയുന്ന ഭാഗം, എക്സ്പെഷ്യലി കഫ് സൈസിൽ നിന്ന്. എക്സ്പെഷ്യലി ഞാൻ ഊന്നി പറയുന്ന കാര്യം, കഫ് സൈസ് ചോദിക്കാറുണ്ട്. യെസ്. അഡൽട്ടാകുമ്പോ എത്രയാ അടിക്കൂടെ? അഡൽട്ടാകുമ്പോ എത്രയാ? സ്കൂളറും പറഞ്ഞു, പ്രീ സ്കൂളും പറഞ്ഞു, ടോളറും പറഞ്ഞു. അഡൽട്ട് എത്രയായിരിക്കും? 120/80 അല്ലേ അഡൽട്ട്? അവിടെയും ചോദ്യമുണ്ട്. കഫ് സൈസ് എത്രയാ? 11 മുതൽ 13. എപ്പോഴും അഡൽട്ട് ഓർമ്മിക്കുക. അഡൽട്ടിന്റെ കഫ് സൈസ് എത്രയാ? 11 മുതൽ 13 അല്ലേ? യെസ്. ഒരു 90/50 ആരുടെയാ ബി പി? 90/50 ആരുടെ ബി പി? 90/50 നിയോനെറ്റ്. 100/60 എവിടെയാ? 100/60 ഇൻഫാൻ. 100/70 എവിടെയാ? ടോളർ. 100/70 വീട് എവിടെയാ? പ്രീ സ്കൂളർ. 110/80 എവിടെയാ? സ്കൂളർ. 120/80 ആരെയാ? അഡൽട്ട്. ഇത്രയും
സമയം പറഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കും. ഒന്നുകിൽ ഹാർട്ട് റേറ്റ്, അല്ലെങ്കിൽ റെസ്പിറേഷൻ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഒന്നുകിൽ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേഷൻ, ഒന്നുകിൽ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേഷൻ ചോദ്യം ചോദിക്കും. ഓക്കെ ഓക്കെ, ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, BP, കഫ്സൈസ്. കിട്ടിയോ? കിട്ടിയോ? ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, BP കിട്ടിയോ? ഇനി വീണ്ടും കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ഒരു 3-4 പോയിന്റ് പറഞ്ഞിട്ടെ. ഒരു കാര്യങ്ങൾ അറിയണം. അഡൽട്ട് ആണെങ്കിൽ, ലാർജ് അഡൽട്ട് ആണെങ്കിൽ ഇത്ര കഫ്സൈസ്. ലാർജ് അഡൽട്ട് ആണെങ്കിൽ കഫ്സ് എത്രയാ? 40 × 15 അല്ലേ? 40 × 15. ലാർജ് അഡൽട്ട് ആണെങ്കിൽ 40 × 15. എന്താ ആമിലല്ലേ ഇത്? ആമിലല്ലേ ഇത്? കയ്യിലല്ലേ? അഡൽട്ടിൽ 14 എന്ന് പറയുമ്പോ കയ്യിലല്ലേ? കയ്യിൽ. സത്യം പറയാനെങ്കിൽ ഇത് കാൽ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും കാൽ നോക്കിയിട്ടുണ്ടോ? BP ആരെങ്കിലും കാൽ നോക്കിയിട്ടുണ്ടോ? കാലിൽ ഉണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എല്ലാം ഉണ്ടോ? ഉണ്ടോ? ഡയാലിസിസ് ഉണ്ടോ? ഒരു വർഷം ഞാൻ അവിടെ നിന്ന്, ഒരു വർഷം. അയ്യോ, ഓടിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് ഓടി ഒളിച്ചാൽ മതിയായിരുന്നു. ഓടിയോ? സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല. ശരിയല്ലേ? സമയത്തിന് ഇറങ്ങാൻ പറ്റില്ലോ. എങ്ങനെയെങ്കിലും ഓടിയാൽ മതിയായിരുന്നു. ഓടി ഒളിച്ചാൽ മതിയായിരുന്നു. അയ്യോ, അവിടെ ചോദ്യം വരും. ഷിഫ്റ്റ് വ്യത്യാസമല്ലേ? ശരിയല്ലേ? ഷിഫ്റ്റ് വ്യത്യാസമല്ലേ? ശരിയല്ലേ? ഷിഫ്റ്റ് വ്യത്യാസം ഉണ്ടോ? ചോദിക്കും. ലാർജ് ആയിട്ടാണെങ്കിൽ ഇത്രയാ? നോർമൽ കയ്യിൽ എത്രയാ? നോർമൽ കയ്യിലാണെങ്കിൽ 14 മുതൽ 15. നോർമൽ കയ്യിലാണെങ്കിൽ 14 മുതൽ 15. അഡൽട്ട് ആണെങ്കിൽ 14, 15. പക്ഷേ തൈസിലാണെങ്കിൽ വ്യത്യാസമുണ്ട്. ആ വാല്യൂ ഓർമ്മിക്കും. 18 മുതൽ 19 സെന്റിമീറ്റർ. തൈസിലാണ്, കാലിലാണെങ്കിൽ 18 മുതൽ 19 സെന്റിമീറ്റർ. മറക്കരുത്. കാലിലാണ് ഇത്. തൈസിലാണെങ്കിൽ 18 മുതൽ 19 സെന്റിമീറ്റർ ആണ് ഇത് കഫ് സൈസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓർമ്മിക്കുക. കഫ് സൈസിൽ നിന്ന് ഇത്രയും കാര്യം എപ്പോഴും ചോദിക്കും. വീണ്ടും ഞാൻ ചോദിക്കുന്നു, 2.5 തൊട്ട് 4 സെന്റിമീറ്റർ വരെ, അതാണ് എല്ലാ എക്സാമിനും ചോദിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിനും അതായിരുന്നു പ്രീവിയസ് ചോദ്യം. ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിനും അതായിരുന്നു പ്രീവിയസ് ചോദ്യം. 2.4 ആരാ? നിയോനേറ്റ്. അഡൽട്ട് എത്രയാ? 11 മുതൽ 14. ലാർജ് അഡൽട്ടാണ് എത്രയാ? 40 × 50 അല്ലേ? തൈസാണ് എത്രയാ? തൈസാണെങ്കിൽ 80 × 90 സെന്റിമീറ്റർ. ക്ലിയർ? സെക്കൻഡ് ചാപ്റ്റർ ക്ലിയർ? ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? തരട്ടെ? കാരണം അത് ചാപ്റ്ററാ. ഞാൻ എപ്പോഴും ബ്രേക്ക് തരാറുണ്ട് എല്ലാവർക്കും, രാവിലെ ആയാലും ഉച്ചയ്ക്ക് ആയാലും. 10 മിനിറ്റ് വേണോ? 10 മിനിറ്റ് വേണോ? 10-15 വേണോ? വിശക്കുന്നോട്ടെ. അപ്പൊ ഇത് എൻഡ് ചെയ്യട്ടെ. ഞാൻ പുതിയ ലിങ്ക് തരട്ടെ. എൻഡ് ചെയ്തിട്ട് ഒരു സമയം എത്രയാണ് ഇപ്പൊ? സമയം എത്രയായി? സമയം 84 സമയം 84 എത്ര മണിക്ക് വേണം? സമയം 9:30-ക്കാണോ? 9:30-ക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കണ്ടേ? സമയം 9:30 9:30 കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് വരിക. കുഞ്ഞിന് ഇഷ്ടോ? തരട്ടെ? സോ നിങ്ങൾ എല്ലാവരും പറഞ്ഞനുസരിച്ച് സമയം കറക്റ്റ് 9 മണിക്ക് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് 9:30-ക്ക് വീണ്ടും ക്ലാസ് ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തിട്ട് വീണ്ടും വരിക. രാത്രി 9:30-ക്ക് വീണ്ടും നിയോനെറ്റൽ റിഫ്ലക്സ് എന്ന് പറയുന്ന
ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. 1 മാർക്ക് വീണ്ടും ഉറപ്പാണ്, 1 മാർക്ക് ഷുവർ ആണ്. ദ നിയോനെറ്റൽ റിഫ്ലക്സ് കറക്റ്റ് ഞാൻ ഓരോ ചാപ്റ്റർ ആയിട്ട് കൃത്യം പഠിക്കൊണ്ട് തന്നെ ചോദ്യം വരും. ഞാൻ ഓരോ BPL പൾസ് റെസ്പിറേഷൻ കറക്റ്റ് ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ കറക്റ്റ് വരുമ്പോൾ 30 കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുള്ളത് പറഞ്ഞുകൊണ്ടത് മാത്രം ബ്രേക്ക് ഇടുന്നു. ഞാൻ കഴിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് മാത്രം ഞാൻ ബ്രേക്ക് ഇടുന്നു. 9:30 വരെ ബ്രേക്ക്. ഓടിപ്പോയിട്ട് കഴിച്ചിട്ട് വരും. ഞാൻ കഴിക്കില്ല. പോയിട്ട് കേട്ടോ. Bye. See you on 9:30 p.m. next class, neonatal reflux. Bye. Thank you so much.